നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പുകളിലെ വനിതാ സംവരണം ഇരുതല വാളോ രാഷ്ട്രീയ കളിയോ, സ്ത്രീകളുടെ പേരിൽ രാഷ്ട്രീയമോ? ഇത് സ്ത്രീ ശാക്തീകരണത്തിന്റെ മഹത്തായ നീക്കമോ അതോ പ്രതിപക്ഷത്തെ സ്ത്രീ വിരുദ്ധർ ആയി ചിത്രീകരിക്കാൻ ഒരുക്കിയ രാഷ്ട്രീയ വലയമോ? പിന്തുണച്ചാൽ ക്രെഡിറ്റ് കേന്ദ്ര സർക്കാരിന്, എതിർത്താൽ മുദ്ര സ്ത്രീ വിരുദ്ധർ. OBC സ്ത്രീകൾ എവിടെ? യഥാർത്ഥ സാമൂഹ്യനീതി എവിടെ? അല്ലെങ്കിൽ ഇത് വെറും തെരഞ്ഞെടുപ്പ് മുൻപുള്ള ഇമേജ് ബിൽഡിങ്ങോ? വനിതാ സംവരണം അവകാശത്തിനായുള്ള പോരാട്ടമോ അതോ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ മാസ്റ്റർ സ്ട്രോക്കോ? വനിതാ സംവരണത്തിനായി ലോക്സഭാ സീറ്റുകൾ കൂട്ടൽ, ജനാധിപത്യമോ അധികാര ഗണിതമോ? ഡീലിമിറ്റേഷൻ, ലോക്സഭാ സീറ്റുകൾ വർദ്ധിപ്പിക്കൽ, ഇതെല്ലാം യാദൃച്ഛികമായ തീരുമാനങ്ങളോ അല്ലെങ്കിൽ ദീർഘകാല അധികാരത്തിന് തയ്യാറാക്കിയ ബ്ലൂ പ്രിന്റോ? ജനസംഖ്യയുടെ പേരിൽ സീറ്റുകൾ കൂട്ടുമ്പോൾ ഏത് സംസ്ഥാനങ്ങൾക്ക് നേട്ടം? ആ നേട്ടം ആരുടെ രാഷ്ട്രീയ കയ്യിൽ എത്തും? ഇത് ശരിക്കും പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാനുള്ള നീക്കമാണോ അതോ ഭാവിയിലെ തെരഞ്ഞെടുപ്പുകൾ മുൻകൂട്ടി ജയിക്കാൻ തയ്യാറാക്കിയ സൈലന്റ് ഗെയിമോ? സ്ത്രീ സംവരണം ഒരു ഭാഗത്ത്, സീറ്റുകളുടെ ഗണിതം മറുവശത്ത്. ഇവ ഒന്നിച്ചാൽ അധികാരം സ്ഥിരപ്പെടുത്താനുള്ള ഡബിൾ എഞ്ചിൻ സ്ട്രാറ്റജി ആകുന്നുണ്ടോ? വനിതാ സംവരണം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ നടപ്പിലാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ ബില്ലിനെ എതിർത്ത് സ്ത്രീ വിരുദ്ധരാകുന്ന പത്മവ്യൂഹത്തിൽ നിന്ന് കോൺഗ്രസും ഇന്ത്യ സഖ്യവും എങ്ങനെ പുറത്തു കടക്കും? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി വനിതാ സംവരണം ഉറപ്പാക്കുവാനുള്ള, അതായത് 33% സ്ത്രീ സംവരണം ഉറപ്പാക്കുവാനുള്ള ബില്ലാണ് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. അതോടൊപ്പം തന്നെ മണ്ഡലങ്ങളുടെ എണ്ണം കൂട്ടുന്നതിനുള്ള ഡീലിമിറ്റേഷൻ ബില്ലും ലോക്സഭയിൽ അവതരിപ്പിച്ചു. പക്ഷേ പ്രതിപക്ഷം ഇതിനെ ഗൂഢനീക്കമായാണ് കാണുന്നത്. വനിതാ സംവരണത്തെ പ്രതിപക്ഷം എതിർക്കുന്നില്ല, ഇന്ത്യ സഖ്യം എതിർക്കുന്നില്ല. പക്ഷേ മണ്ഡലങ്ങളുടെ എണ്ണം കൂട്ടുന്നത്, മണ്ഡല പുനരേകീകരണം, ഇതാണ് പ്രതിപക്ഷം എതിർക്കുന്നത്. പക്ഷേ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കൂടുന്നു, നിയമസഭാ സീറ്റുകളുടെ എണ്ണം കൂടുന്നു, വനിതാ പ്രാതിനിധ്യം കൂടുന്നു, മറ്റാരുടെയും പ്രാതിനിധ്യം നഷ്ടമാകുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. അവിടെ തെക്കേ ഇന്ത്യയെന്നോ വടക്കേ ഇന്ത്യയെന്നോ ഉള്ള വ്യത്യാസം ഇല്ല എന്നുള്ള കാര്യം ഇന്ന് പ്രധാനമന്ത്രി ലോക്സഭയിൽ ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രതിപക്ഷം ഇതിനെ സംശയത്തോടുകൂടി തന്നെയാണ് ഇപ്പോഴും നോക്കുന്നത്. 2029 അധികാരം ഉറപ്പിക്കുവാനുള്ള BJPയുടെ നീക്കമായാണ് വനിതാ സംവരണ ഭേദഗതി ബില്ലിനെയും മണ്ഡല പുനരേകീകരണ ബില്ലിനെയും കാണുന്നത് പ്രതിപക്ഷം എന്ന കാര്യത്തിൽ സംശയമില്ല. വനിതാ സംവരണത്തെ എതിർക്കുന്നത് വഴി പ്രതിപക്ഷത്തെ പത്മവ്യൂഹത്തിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ BJP സർക്കാർ ചെയ്തിരിക്കുന്നതും. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ ഇതേക്കുറിച്ച് നൽകിയ മറുപടി കേൾക്കാം. महिलाओं को मिलने वाले इस अधिकार का जिसने विरोध किया है, जिसने विरोध किया है, देश की महिलाओं ने उन्हें माफ नहीं किया है. उनका हाल बुरे से बुरा किया है. लेकिन ये भी देखिए कि 24 के चुनाव में ऐसा नहीं हुआ. क्यों नहीं हुआ? ये इसलिए नहीं हुआ कि 24 में सबने सहमति इसको पारित किया, तो ये विषय ही नहीं रहा. किसी के पक्ष में पॉलिटिकल फायदा नहीं हुआ, किसी का नुकसान भी नहीं हुआ. सहज रूप से जो मुद्दे थे, मुद्दों के आधार पर चुनाव लड़ा. क्योंकि 24 में सब साथ में थे. कुछ लोग यहां है, कुछ लोग नहीं है, लेकिन सब साथ में थे. आज भी मैं कहता हूं, अगर हम सब साथ में जाते हैं तो इतिहास गवाह है कि किसी एक के राजनीतिक पक्ष में नहीं जाएगा. ग्रासरूट लेवल पर महिलाओं की जो पॉलिटिकल लीडरशिप खड़ी हुई है, उसको आपने अब कंसीडर करना पड़ेगा. और नारी शक्ति का राष्ट्र के विकास में उनकी सहभागिता को हम सुनिश्चित करें. और मैं पक्का मानता हूं कि अगर आज हम मिलकर के निर्णय करते हैं तो हमें सर्वसम्मति से इसको आगे बढ़ाना चाहिए. और जब सर्वसम्मति से बढ़ता है तो ट्रेजरी बेंच पर एक दबाव रहता है. Sir, therefore we insisted that women reservation should be implemented in 2024.
you brought a bill that women reservation will be implemented after the census and census after delimitation. This is by the government only, not from opposition. Now you are telling delimitation census is not possible before 2029. Therefore, you have a better example in Assam. You have a better example in Jammu Kashmir. How you completely done the delimitation exercise? Entire country know that. You want to centralize that delimitation now nationally. Sir, my point is that, sir, this is against. Sir, you are. When Indira Gandhi ji was the Prime Minister, the protection of the state has been given by the Constitution 25 years. Sir, Atal Bihari Vajpayee ji also in 2001. Atal Bihari Vajpayee also extended that protection. Now you want to take away the protection given by Indira ji and Atal Bihari Vajpayee. Your intention is very clear, sir. Your intention is to hijack Indian democracy. You know about the Indian people mindset. You are scared of 2029 election. Yeah. You want an escape route to cover up that 2029. That's why you bring the anti-constitutional bill. Therefore, I think the minister has to withdraw this bill, sir. This is the minister has to withdraw the bill. എന്നാൽ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വനിതാ സംവരണം പ്രാവർത്തികമാക്കാം എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. അതായത് 33% സംവരണം സ്ത്രീകൾക്ക് ഉറപ്പാക്കാം എന്ന്. പക്ഷേ ഗൂഢനീക്കമായാണ് പ്രതിപക്ഷം ഇതിനെ കാണുന്നത്. ഡോക്ടർ ജി ഗോപകുമാർ, ശ്രീ സി കെ ഷാക്കിർ, ശ്രീ ഷാബു പ്രസാദ്, ശ്രീ സിബി സത്യൻ എന്നിവർ ചേരുകയാണ്. ആദ്യം ഡോക്ടർ ജി ഗോപകുമാർ, ഇവിടെ പ്രധാനമന്ത്രി ഉറപ്പ് നൽകുന്നുണ്ട് ഒരു സംസ്ഥാനങ്ങൾക്കും ഇതുകൊണ്ട് തകരാറുണ്ടാകുന്നില്ല, ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രശ്നമുണ്ടാകാൻ പോകുന്നില്ല, തെക്കേ ഇന്ത്യയെന്നോ വടക്കേ ഇന്ത്യയെന്നോ ഉള്ള വ്യത്യാസം ഇതിനകത്തുണ്ടാകുന്നില്ല, എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന്. പക്ഷെ ഒരു ഗൂഢനീക്കം ഇവിടെ സംശയിക്കുകയാണ് പ്രതിപക്ഷം സ്വാഭാവികമായിട്ടും. അത് വനിതാ സംവരണത്തിൻ്റെ കാര്യത്തിലല്ല, മണ്ഡല പുനർനിർണയത്തിൻ്റെ കാര്യത്തിലാണ്. സീറ്റുകളുടെ എണ്ണം കൂട്ടുകയാണല്ലോ, 50% സീറ്റുകൾ കൂട്ടുന്നു. പ്രതിപക്ഷത്തിൻ്റെ ഈ സംശയത്തിന് അത് ന്യായമായൊരു സംശയമായിട്ട് താങ്കൾ കാണുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിന് സംശയിക്കാൻ കാരണമുണ്ട്. അതിന് ഞാൻ അവരെ ഒരിക്കലും കുറ്റം പറയില്ല. കാരണങ്ങൾ പലതാണ്. ഒന്ന്, വനിതാ സംവരണം 1/3 കൊടുക്കണമെങ്കിൽ നിലവിലുള്ള 543 അംഗങ്ങൾക്കിടയിൽ നിന്ന് കൊടുക്കാമെന്ന് പറയുന്നത് ഇതുവരെ നടപ്പിലായിട്ടില്ല എന്ന് മാത്രമല്ല, ഭാരതത്തിലെ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ഒരാൾക്കറിയാം, നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളിലെ പുരുഷ മേധാവിത്വം അവരുടെ സീറ്റുകൾ നഷ്ടപ്പെടാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഭംഗിവാക്കായിട്ട് പ്രതിപക്ഷം പറയുന്നുണ്ട് 543 നിന്ന് 1/3 എടുക്കുന്നതിന് ഞങ്ങളെതിരല്ല, പക്ഷേ ഞങ്ങളെതിരെ മണ്ഡല പുനർനിർണയത്തിനാണ് എന്നാണ് പറയുന്നത്. ഇത്രയും നാളും 543 കാര്യം പറഞ്ഞില്ലല്ലോ. 106 ഭരണഘടനാ ഭേദഗതി ബില്ല് പാസ്സായപ്പോൾ, അതാണ് 130ാമത്തെ ബില്ലായിട്ട് തൊട്ട് മുമ്പുള്ളത്, 2023 പാസ്സാക്കിയപ്പോൾ അതിൽ ഈ 2 കാര്യങ്ങളും പറഞ്ഞിരുന്നു. അതിലൊരു വ്യത്യാസം വന്നത് 2026-27 നടക്കുന്ന സെൻസസ് കഴിഞ്ഞിട്ടേ ഇത് രണ്ടും പ്രാവർത്തികമാക്കുള്ളൂ എന്നാണ് മുൻ ആക്ട് പറഞ്ഞത്, നിലവിലുള്ള നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രപതി ഒപ്പിട്ട നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് അടുത്ത സെൻസസോടുകൂടി 1/3 റിസർവേഷൻ വിമണിന് കൊടുക്കുമെന്നും അതോടൊപ്പം മണ്ഡല പുനർനിർണയം ചെയ്യുമെന്നും പറയുന്നുണ്ട്. അവിടെ മണ്ഡല പുനർനിർണയം ഉണ്ടല്ലോ, ഇല്ലേ? അതായത് 543 എന്ന് ഉറപ്പ് നൽകുന്നില്ല, ആകെ സീറ്റുകൾ 543 ഉറപ്പ് നൽകുന്നില്ല 2023, അല്ലേ? ഇല്ല, മണ്ഡല പുനർനിർണയത്തിന് ശേഷമേ പറ്റുള്ളൂ. ഇല്ല, കറക്റ്റാണ്. അപ്പോൾ അതേസമയം ഈ മണ്ഡല പുനർനിർണയം മറ്റൊരു വിഷയമാണ്. ഇത് രണ്ടും കൂട്ടിക്കെട്ടിയതിലാണ് ഈ പ്രതിപക്ഷത്തിന് ഇങ്ങനെ ഒരു സംശയം തോന്നിയത്. അതുകൊണ്ടാണ് ആ സംശയത്തെ നമുക്ക് അവരെ ചോദ്യം ചെയ്യാൻ പറ്റാത്തത്. അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ സാങ്കത്യം, അവർ പറയുന്ന കാര്യത്തിലൊരു സാങ്കത്യമുണ്ട്. ഇത് രണ്ട് വിഷയമല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ സമവായം കഴിഞ്ഞ തവണ വന്നത് എന്താണ്? മണ്ഡല പുനർനിർണയം വരുമ്പോൾ സീറ്റുകൾ കൂടും, 1/3 അതിനകത്ത് വിമണിനെടുത്ത് കൊടുക്കാം, ഇതല്ലേ വസ്തുത. പക്ഷേ ഇവിടെ വന്നൊരു വൈരുദ്ധ്യം, ഇപ്പോൾ വന്നിരിക്കുന്നൊരു വൈരുദ്ധ്യം, പൊടുന്നനവേ വന്നിരിക്കുന്നൊരു വൈരുദ്ധ്യം, 2026-27 സെൻസസ് നമ്മൾ ആരും ഓർക്കുന്നില്ല. ഇപ്പോഴത്തെ പാർലമെൻറ്റിൽ വന്നിരിക്കുന്നത് 2011 സെൻസസിനെ അടിസ്ഥാനപ്പെടുത്തി ചെയ്യാമെന്നാണ്.
വാസ്തവത്തിൽ 2011 സെൻസസിനെ അടിസ്ഥാനപ്പെടുത്തുന്നതിന് പകരം ഒരു 2 വർഷം കൂടെ കാത്തിരുന്നാൽ ഈ സെൻസസ് അപ് ടു ഡേറ്റ് കിട്ടുമല്ലോ. അത് വെച്ച് ചെയ്താൽ പോരെ ആയിരുന്നോ? അല്ല, അത് അവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് നടക്കുകയില്ല. അതിനു മുൻപ് ഈ സെൻസസിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി, മണ്ഡല പുനർനിർണയവും പൂർത്തിയാക്കി 2029 വനിതാ സംവരണം 33% ആക്കാൻ അതിന് സാങ്കേതികമായ തടസ്സമുണ്ടെന്നാണല്ലോ. അങ്ങനെ ഉണ്ടോ? അങ്ങനെ സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടോ? അങ്ങനെ വരികയാണെങ്കിൽ 2034 നടപ്പാക്കുകയുള്ളൂ എന്ന്, അങ്ങനെയുണ്ടോ പ്രശ്നം? ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട തടസ്സം എന്ന് പറയുന്നത് 543 1/3 കൊടുക്കാൻ ഒരു പാർട്ടിക്കും താല്പര്യമില്ല. ഇപ്പോൾ അവർ കൊടുക്കാമെന്നൊക്കെ പറയുന്നത് മണ്ഡല പുനർനിർണയം നീട്ടിവെക്കാനുള്ള ഒരു അടവായിട്ടാണ്. എന്നെ മുഴുവൻ പറയാൻ അനുവദിക്കണം. അപ്പോൾ മണ്ഡല പുനർനിർണയം നടത്താൻ അനുവദിക്കണമെങ്കിൽ അനുവദിച്ചാൽ മാത്രമേ 1/3 അനുവദിക്കുള്ളൂ എന്ന് ഗവൺമെൻറ് പറയുമ്പോൾ മണ്ഡല പുനർനിർണയം മാറ്റിവെക്കണമെന്നും 1/3 ഇപ്പോൾ കൊടുക്കണമെന്നുമാണ് പറയുന്നത്. ഇത് രണ്ടും കീറാമുട്ടിയാണ്. ഇപ്പോൾ നാളെ ഇപ്പോൾ ബില്ല് ചിലപ്പോൾ പാസ്സാവില്ല, പരാജയപ്പെട്ടേക്കാം 2/3 ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് അതല്ല. ഈ 2026-27 സെൻസസ് കഴിഞ്ഞ് ഒരു പക്ഷേ നീണ്ടുപോയാൽ 106 ഭേദഗതി പ്രകാരം 2029 വേണ്ട 2034 ഇത് രണ്ടും കൂടി ഒറ്റയടിക്ക് നടന്നാലും നമുക്ക് വിഷമമൊന്നുമില്ല. അപ്പോൾ 543 തന്നെ പോകുമ്പോൾ ഒരേ ഒരു ഡിഫിക്കൽറ്റി ഉള്ളത് വനിതാ സംവരണം വീണ്ടും പുറകിൽ പോകുന്നു. ഇതിൻ്റെ കാരണം എന്താണ്? ഇത് രണ്ടും കൂടി ഇപ്പോൾ ഒരേ നുകത്തിൽ വെച്ച് കെട്ടിയ 2 കാളകളെ പോലെയായി. പക്ഷേ അതിൻ്റെ ആംഗിൾ വ്യത്യാസമാണ്. അതുകൊണ്ടാണ് ഈ പ്രശ്നം. ഒന്ന്, നമ്മളെല്ലാവരും വനിതാ സംവരണത്തിന് പൊതുമണ്ഡലത്തിൽ നിൽക്കുന്നവർക്ക് പരാതി ഒന്നുമില്ല, അത് കൊടുക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ പഴയ കാലത്തെ ലല്ലു പ്രസാദ് യാദവിനെയും മുലായം സിംഗ് യാദവിൻ്റെയൊക്കെ പ്രസ്താവനകൾ ഓർക്കുകയാണെങ്കിൽ അവരതിനെ ശക്തിയുക്തം എതിർത്ത ആൾക്കാരാണ്. അതിനൊരു മനമാറ്റമൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ തൽക്കാലം ഇത് പറയുന്നു, ഇതവിടെ നിൽക്കട്ടെ. ഈ മണ്ഡല പുനർനിർണയം എന്ന് പറയുന്നത് വലിയൊരു വെല്ലുവിളിയാണ്. പക്ഷേ നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം ഒരാൾക്ക് ഒരു വോട്ട് എന്നുള്ളത് ജനാധിപത്യത്തിലെ ക്രമമാണ്. ഇപ്പോൾ സംഗതി സത്യമാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ 1970 ജനസംഖ്യാ നയം ഗംഭീരമായി നടപ്പിലാക്കി. വിദ്യാഭ്യാസത്തിൻ്റെ മറ്റും പുരോഗതി ഉള്ളതുകൊണ്ട് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് താഴ്ന്നു. എന്നാൽ ഉത്തരേന്ത്യൻ ഹിന്ദി ഹൃദയഭൂമിയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളായ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, അതോടൊപ്പം തന്നെ ബീഹാർ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഹരിയാന, ഡൽഹി വരെയുള്ള മേഖലയിൽ ജനസംഖ്യാക്രമം വളരെ കൂടി. അപ്പോൾ സ്വാഭാവികമായിട്ടും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പറയും, ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ പോളിസി പാലിച്ചതുകൊണ്ട് ഞങ്ങളുടെ സീറ്റുകളുടെ എണ്ണം കുറയുന്നു, മറുവശത്ത് സീറ്റുകളുടെ എണ്ണം കൂടുന്നു. ഈ ഒരു പരാതി നിലനിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്ന നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് പരാതി വേണ്ട, എല്ലാ സംസ്ഥാനങ്ങളും 50% വെച്ച് കൂട്ടാം എന്ന് പറഞ്ഞാൽ. പക്ഷെ അത് ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ ഡോക്ടർ ജി ഗോപകുമാർ. അത് ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? പരമാവധി സീറ്റുകൾ 850 വരെ എത്തുന്നു എന്നതല്ലാതെ അത് മന്ത്രിമാർ പറയുന്നതല്ലാതെ. നാളെ അമെൻമെന്റ് ആയിട്ട് കൊണ്ടുവരാമല്ലോ. അതെ, പ്രധാനമന്ത്രിയും പറയുന്നു. പ്രധാനമന്ത്രി ഇന്നത്തെ പ്രസ്താവന ഒരു സംസ്ഥാനത്ത് നഷ്ടമുണ്ടാകില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഒരു സംസ്ഥാനത്ത് നഷ്ടമുണ്ടാകില്ല എന്ന് പറയുന്നു. പ്രതിപക്ഷം സപ്പോർട്ട്. അതെ അതിൻ്റെ ബാരോമീറ്റർ ഇതാണ്. ഒരു സംസ്ഥാനത്തിന് നഷ്ടമില്ല എന്ന് പറഞ്ഞാലും ജനസംഖ്യാ വർധനവുള്ള സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ നേട്ടമുണ്ടാകും. 50% ഇപ്പോൾ ഈക്വലായിട്ട് കൊടുത്താൽ കേരളത്തിൻ്റെ 20-30 ആകും, ഉത്തർപ്രദേശിൻ്റെ 80-120 ആകും. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി നോക്കുമ്പോൾ വലിയ വ്യത്യാസമില്ലാന്ന് തോന്നും. ആനുപാതികമായി അവർ ഇപ്പോൾ നിലവിലുള്ള അസന്തുലിതാവസ്ഥ വീണ്ടും തുടരും എന്നാണ് അവർ പറയുന്നത്. വാസ്തവത്തിൽ ഇവിടെ നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, ജനസംഖ്യാ നിയന്ത്രണം വീണ്ടും ശക്തമാക്കി കൊണ്ടുവരിക ഭാവിയിലേക്ക്. പ്ലാനിംഗ് കമ്മീഷൻ്റെ സ്ഥാനത്ത് വന്ന നീതി ആയോഗ് ജനസംഖ്യ മാത്രം കോഷ്യൻ്റായിട്ട് എടുക്കാതെ മറ്റ് ഘടകങ്ങളും കൂടി എടുത്ത് നയപരിപാടികൾ നല്ല രീതിയിൽ പുതിയ നയങ്ങൾ കൊണ്ടുവരുമ്പോൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്ന സംസ്ഥാനങ്ങളെ ശിക്ഷിക്കരുത്, രക്ഷിച്ചില്ലെങ്കിലും. പക്ഷേ ഇവിടെ 50% എന്നുള്ള ഫോർമുല വരുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും 50% സീറ്റുകൾ കൂടുമെന്ന് പറയുമ്പോൾ അവിടെ ജനസംഖ്യ ഒരു ഘടകമായിട്ട് വരുന്നുമില്ലല്ലോ. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ കേരളം 20 ലോക്സഭാ സീറ്റുകൾ എന്നുള്ളത് 50% കൂടി 30% ആകുന്നു. ഉത്തർപ്രദേശ് 80 എന്നുള്ളത് 50%, 40 സീറ്റുകൾ കൂടി കൂടുന്നു.
120 മാറുന്നു. വനിതാ സംവരണത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ 20 ഇപ്പോൾ കോൺഗ്രസ് ഒക്കെ പറയുന്ന പോലെ 20 സീറ്റ് ഇപ്പോൾ 543 എന്ന ലോക്സഭയുടെ അംഗസംഖ്യ അനുസരിച്ച് മതി വനിതാ സംവരണം എന്ന് പറയുമ്പോൾ 20 സീറ്റുകളിൽ 7 സീറ്റുകൾ വനിതാ സംവരണത്തിനായി പോകുന്നു, 13 ജനറൽ സീറ്റുകൾ. 30 സീറ്റായിട്ട് കൂട്ടുകയാണെങ്കിൽ അവിടെ 10 സീറ്റുകൾ വനിതാ സംവരണത്തിന് പോകുന്നു, 20 ജനറൽ സീറ്റുകൾ കിട്ടും. അപ്പോൾ ഈ പറയുന്നത് പോലെ ഈ വനിതാ സംവരണത്തെ മനസ്സുകൊണ്ട് അനുകൂലിക്കുന്നില്ലെങ്കിലും പുറമേക്ക് അനുകൂലിക്കുന്നവരാണല്ലോ ഇവരെല്ലാവരും. കാരണം ആ നിലവിലുള്ള നേതാക്കന്മാരൊന്നും തങ്ങളുടെ സീറ്റുകൾ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്കും നല്ലതായി വരുന്നത് മണ്ഡല പുനർനിർണയം പ്ലസ് വനിതാ സംവരണം അതാണല്ലോ അല്ലേ? അല്ലേ? അങ്ങനെ പറയുമ്പോൾ അങ്ങനെയാണല്ലോ ശരി. പക്ഷെ അത് എതിർക്കുന്നു അതോ? അതെ, മണ്ഡല പുനർനിർണയം രാഷ്ട്രീയ പാർട്ടിയിലെ പേട്രിയാർക്കിക്ക് മണ്ഡല പുനർനിർണയം വരുന്നത് നല്ലതാണ്. ഞാനിതിനെ പറയുന്നത് ഇങ്ങനെയാണ്, ഒരാൾക്ക് ഒരു വോട്ട് എന്നുള്ള സിദ്ധാന്തം നിലനിൽക്കുമ്പോൾ ജനസംഖ്യ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഉദാഹരണമായി തെലങ്കാന സംസ്ഥാനത്തിൽ ഒരു ലോക്സഭാ നിയോജകമണ്ഡലത്തിൽ ഒരു MP റെപ്രസെൻ്റ് ചെയ്യുന്നത് 25 ലക്ഷം പേരെയാണ്. എന്നാൽ ആൻഡോമൻ നിക്കോബാറിലെ MP റെപ്രസെൻ്റ് ചെയ്യുന്നത് 60,000 പേരെയാണ്. ഇതൊരു വലിയൊരു അസന്തുലിതാവസ്ഥയാണ്. നമുക്കൊരു ബാലൻസ് എവിടെയെങ്കിലുമൊക്കെ വേണം. അതനുസരിച്ച് മണ്ഡല പുനർനിർണയം തടയാനും പറ്റില്ല. അപ്പോൾ പോപ്പുലേഷൻ കൂട്ടിയ സ്റ്റേറ്റുകൾക്ക് റിവാർഡായിട്ട് ഇത് വരല്ലേ എന്ന് പറയാനാണ് ഞാൻ നീതി ആയോഗിൻ്റെയൊക്കെ ഫാക്ടേഴ്സ് കൊണ്ടുവന്നത്. ജനസംഖ്യാ നിയന്ത്രണം പരാജയപ്പെട്ട സംസ്ഥാനങ്ങൾക്ക് റിവാർഡല്ല നമ്മൾ കൊടുക്കേണ്ടത്, മറിച്ച് അവരെ ജനസംഖ്യാ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുന്ന സ്റ്റെപ്സ് എടുക്കുന്നതോടൊപ്പം തന്നെ പൊതുവിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും നിലവിലുള്ള അസന്തുലിതാവസ്ഥ, ഇപ്പോൾ നമ്മുടെ ഒരു പെർഫെക്റ്റ് ഫെഡറൽ സിസ്റ്റം അല്ലല്ലോ, ആ നിലയ്ക്കുള്ള അസന്തുലിതാവസ്ഥ തുടരും. പക്ഷേ അതിൽ കൂടുതൽ അഗ്രവേറ്റ് ചെയ്യരുത് എന്നാണ് ആവശ്യപ്പെടേണ്ടത്. പക്ഷേ ഇവിടെ എനിക്ക് ഒരു വിമർശനം കൂടി ഉള്ളത്, എന്തിനിത്ര പെട്ടെന്ന് 2011 സെൻസസിലേക്ക് പോയി? ഇപ്പോൾ 2011 സെൻസസിലേക്ക് പോയതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം വ്യക്തമാണ്. വനിതാ സംവരണം പാസ്സാക്കുന്നതോടൊപ്പം 2011 സെൻസസ് അനുസരിച്ചുള്ള മണ്ഡല പുനർനിർണയം കൊണ്ടുവരികയും ചെയ്യാനായിരിക്കും ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. എനിക്കറിയില്ല, അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ 2026-27 നടത്തുന്ന സെൻസസിൻ്റെ ഡേറ്റ ഔട്ട്ഡേറ്റഡ് ആവില്ലേ? നമ്മൾ കാലത്തിനനുസരിച്ച് നീങ്ങി ഏറ്റവും ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് കൊണ്ടുവന്നോട്. അതുകൊണ്ട് 2029 സംശയകരമായി നോക്കുന്നതിന് കാരണം 2024 തിളക്കമാർന്ന വിജയം കൈവരിക്കുവാൻ NDAക്ക് കഴിഞ്ഞില്ല. 2029 ഈ മണ്ഡല പുനർനിർണയം കൂടി വരുമ്പോൾ അല്ലേ സീറ്റുകളുടെ എണ്ണം സ്വാഭാവികമായിട്ടും കൂട്ടുവാൻ സാധിക്കും എന്നുള്ളതാണ്. ശ്രീ സിബി സത്യൻ, ഇതൊരു പദ്മവ്യൂഹം കൂടിയാണല്ലോ ശ്രീ സിബി. ഇതിൽ നിന്ന് ഇത് മറികടന്ന് പുറത്തെത്തുവാൻ പ്രതിപക്ഷത്തിന് ബുദ്ധിമുട്ടുണ്ട്. കാരണം വനിതാ സംവരണത്തെ എതിർക്കുന്നു എന്ന രീതിയിലുള്ള പ്രതീതി ഉണ്ടാക്കും. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ പ്രസംഗിച്ചപ്പോൾ തന്നെ കൃത്യമായിട്ട് അദ്ദേഹം ഒരു വാചകം പറഞ്ഞിരുന്നു, രാജ്യത്തെ സ്ത്രീകൾ ക്ഷമിക്കില്ല വനിതാ സംവരണം എതിർക്കുന്നവരെ എന്ന്. ഇവിടെ വനിതാ സംവരണ ഭേദഗതിയെ എതിർക്കുന്നു എന്ന് പറയുമ്പോൾ അത് വനിതാ സംവരണത്തെ എതിർക്കുന്നു എന്ന രീതിയിൽ സ്വാഭാവികമായിട്ടും NDAക്ക് കൊണ്ടുവരുവാൻ കഴിയും. ബംഗാളിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടില്ല, തമിഴ്നാട്ടിൽ കഴിഞ്ഞിട്ടില്ല. മഞ്ജുഷ, ഇത് ഒരു ഇൻട്രസ്റ്റിംഗ് പൊളിറ്റിക്കൽ പ്ലോയി എന്ന നിലയ്ക്കാണ് നമ്മൾ ഇതിനെ കാണുന്നത്. അതായത് ഈ സർക്കാരിന് ആത്യന്തികമായിട്ട് ഈ ഒരു ബില്ലിനോട് യാതൊരു തരത്തിലുള്ള ആത്മാർത്ഥതയും ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അവരുടെ ഉദ്ദേശം വളരെ സിമ്പിളാണ്. വടക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ സീറ്റുകളുടെ എണ്ണം കൂട്ടുക, തെക്കേ ഇന്ത്യയിൽ എന്ത് സംഭവിച്ചാലും വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ വഴി മാത്രം അധികാരം നിലനിർത്തുക എന്ന് പറയുന്ന വളരെ സിമ്പിളായ ഒരു തത്വത്തിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് ഇത് 50% മാത്രമാണ് കൂട്ടുന്നതെങ്കിൽ ഈ 2011 സെൻസസിനെ മെൻഷൻ ചെയ്യേണ്ട കാര്യമേ ഇല്ല. കാരണം കേരളത്തിലെ 20-30 ആകുന്നു, തമിഴ്നാട്ടിലെ 39-59 ആകുന്നു. അപ്പൊ ആ നിലയ്ക്ക് വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലെ 2011 സെൻസസിനെ കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. എല്ലാ സംസ്ഥാനങ്ങളിലും 50% വീതം കൂട്ടുന്നു. അല്ല, അപ്പോൾ നഷ്ടവും ഉണ്ടാവുന്നില്ലല്ലോ, ആർക്കും രാഷ്ട്രീയ ലാഭവും ഉണ്ടാവുന്നില്ല, കോട്ടവും ഉണ്ടാവുന്നില്ല. പ്രധാനമന്ത്രി ലോക്സഭയിൽ പറഞ്ഞ കാര്യമാണ്, കോട്ടവും ഉണ്ടാവുന്നില്ല, നേട്ടവും ഉണ്ടാവുന്നില്ല. ഏറ്റവും വലിയ പ്രശ്നം ഇതിനകത്ത് 2011 സെൻസസിനെ കുറിച്ച് അവർ കണ്ടിന്യൂസ്ലി പറയുന്നുണ്ട്. അത് എന്തിനാണ് സംസാരിക്കുന്നത്? അപ്പൊ അതിനർത്ഥം ഇതിനകത്ത് വേറൊരു ചതി ഒളിഞ്ഞിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അതായത് ഈ പറഞ്ഞ പോലെ ജനസംഖ്യാനുപാതികമായിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണ്ഡല പുനർനിർണയം നടത്തുന്നതെങ്കിൽ കേരളത്തിന് ഇപ്പോഴുള്ള 20 സീറ്റിൽ നിന്നും 15 സീറ്റായിട്ട് കുറയും. ഓക്കെ, ഇവർ ഈ പറയുന്ന അപ്പൊ ഗവൺമെന്റ് പറയുന്ന അടുത്ത സാധനം ഒരു സംസ്ഥാനത്ത് നിന്ന് സീറ്റ് കുറയില്ല. അതും കറക്റ്റാണ്. കാരണം ഈ 15ന്റെ കൂടെ അവരതിന്റെ കൂടെ അതിന്റെ 50% 7 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 22 ആവും. നേരത്തെ പറഞ്ഞതുപോലെ 20-ൽ നിന്ന് 22 മാറും. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ സിബി, അങ്ങനെ ഇല്ലല്ലോ. നിലവിലെ ഉള്ളതിന്റെ 50% അപ്പോൾ 20ന്റെ 50% 10, 20+10. മഞ്ജുഷ, ഇതിനകത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത്, ഇതിനകത്ത് രണ്ട് വളരെ
തലതിരിഞ്ഞ അല്ലെങ്കിൽ വളരെ എന്താ പറയുന്നത് ഒപ്പോസിംഗ് ആയിട്ടുള്ള രണ്ട് ഐഡിയാസ് ആണ് മുന്നോട്ട് വെക്കുന്നത്. ഒന്ന് എന്ന് പറയുന്ന 50% എല്ലാ സ്റ്റേറ്റിലും കൂട്ടുമെന്ന് പറയുന്നു. അതേസമയം തന്നെ 2011 സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ് മണ്ഡല വിഭജനം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ എല്ലാ സംസ്ഥാനത്തിലും 50% വീതം കൂട്ടുകയാണെങ്കിൽ അത് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയ ഒരു പ്രക്രിയയാണ്. അതിനകത്ത് വേറെ സംശയങ്ങളൊന്നുമില്ല. കേരളത്തിൽ 20-30 ആകുന്നു. പക്ഷെ ഇതിനകത്ത് 2011 സെൻസസ് വരുമ്പോൾ വീണ്ടും പിക്ചർ മാറുന്നുണ്ട്. അപ്പൊ അതിനകത്തൊരു ചതി എന്താണ് എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. വലിയ ചതി ബില്ലിൽ 50% ഫോർമുല പറഞ്ഞിട്ടുമില്ല. ബില്ല് താങ്കൾ വായിച്ചു. അപ്പൊ ഇതിനകത്തൊരു വലിയ ചതി ഒളിഞ്ഞിരിപ്പുണ്ട്. ആ ചതിയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത്. അതായത് കേരളത്തിലെ ജനസംഖ്യ ആനുപാതികമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ പുതിയ മണ്ഡല പുനർനിർണ്ണയം നടത്താൻ പോകുന്നതെങ്കിൽ വിത്തിൻ ഈ 850 സീറ്റിന്റെ അളവിലേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ കേരളത്തിലെ ഇപ്പോഴുള്ള 20 സീറ്റുകൾ ജനസംഖ്യാനുപാതികമായിട്ട് 2011 സെൻസസിലെ കണക്ക് വെച്ചിട്ട് ഡീലിമിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 15 സീറ്റുകളായിട്ട് കുറയും. പക്ഷേ അവർ രണ്ടാമത് പറഞ്ഞാൽ എന്താ, ഒരു സംസ്ഥാനത്തിന് നഷ്ടം വരില്ല. കാരണം 50% ഇതിന്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ ഈ സീറ്റിന്റെ എണ്ണം 22 ആകും. അപ്പൊ ഇതേപോലെ തമിഴ്നാട്ടിലെ 39 സീറ്റ് ഉണ്ട്. തമിഴ്നാട്ടിൽ ഈ പറഞ്ഞതുപോലെ ജനസംഖ്യാനുപാതികമായിട്ട് 2011 സെൻസസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നതെങ്കിൽ അത് 32 കുറയും. അതിന്റെ കൂടെ ഈ 32ന്റെ പകുതി 50% കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 16 സീറ്റ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 48 സീറ്റായിട്ട് മാറും. പക്ഷെ അങ്ങനെ ക്ലാരിറ്റി നൽകിയാണ് ബില്ല് വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം അതിനെ എതിർക്കുമല്ലോ. അത് മാത്രമല്ല അങ്ങനെ എതിർത്ത് കഴിഞ്ഞാൽ ഈ ബില്ല് നിയമമാകാൻ പോകുന്നില്ല. ഭൂരിപക്ഷം വേണമല്ലോ. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടക്കുകയുമില്ല. പാർലമെന്റിലാണ് ഇന്ത്യൻ പാർലമെന്റിലാണ് ഈ ചർച്ച നടക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ ക്ലാരിറ്റി വരാത്തത്? എന്തുകൊണ്ടാണ് ലോക്സഭയിൽ ചർച്ച ചെയ്യുന്ന ഒരു ബില്ല് ആംബിഗ്യസ് ആയിട്ട് നിലനിൽക്കുന്നത്? എന്തിനാണ് ഇതിന് ഇത്രയും ആംബിഗ്യൂറ്റി? ഇത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാനപരമായ തത്വങ്ങൾക്കെതിരല്ലേ? നമ്മൾ ട്രാൻസ്പെറൻസിയെ പറ്റിയും സുതാര്യതയെ പറ്റിയാണ് ജനാധിപത്യത്തിൽ സംസാരിക്കുന്നത്. അങ്ങനെ സുതാര്യതയെ പറ്റി സംസാരിക്കുമ്പോൾ ഇന്ത്യയിലെ ജനപ്രാതിനിധ്യ നിയമത്തിൽ കൊണ്ടുവരുന്ന ഏറ്റവും വലിയ ഭേദഗതിയിൽ ക്ലാരിറ്റി ഇല്ല എന്ന് വരികയാണെങ്കിൽ അത് വളരെ ഭീകരമായൊരു പ്രശ്നമല്ലേ? ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ശ്രീ ഷാബു പ്രസാദ് 2023 വനിതാ സംവരണ ബിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ അതിൽ വ്യക്തമാക്കിയതാണ്, അത് പ്രതിപക്ഷവും അംഗീകരിച്ചതാണ്, അത് ഏകകണ്ഠമായി തന്നെ അത് പാസ്സായ ബില്ലാണ്. അതിൽ പറഞ്ഞിരുന്നത് പുതിയ സെൻസസ് അനുസരിച്ച് മണ്ഡല പുനർനിർണയം നടത്തി വനിതാ സംവരണം 33% നടപ്പിലാക്കും എന്നാണ്. ഇപ്പോൾ ധൃതി പിടിച്ച് പെട്ടെന്ന് 2011 സെൻസസ് അനുസരിച്ച് മണ്ഡല പുനർനിർണയം കൂടി വന്ന് 2029 തന്നെ വനിതാ സംവരണം തെരഞ്ഞെടുപ്പുകളിൽ കൊണ്ടുവരുന്നു. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാവും, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടാവും. പക്ഷേ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നു, ഒരു സംസ്ഥാനത്തിനും നേട്ടമോ കോട്ടമോ ഉണ്ടാകുന്നില്ല. നിലവിലെ സീറ്റിൻ്റെ 50% ലോക്സഭാ സീറ്റുകൾ വർദ്ധിക്കുന്നത് എന്ന്. അവിടെയാണ് ഒരു ക്ലാരിറ്റി ഇല്ലായ്മ വരുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ സെൻസസ് അടിസ്ഥാനമാക്കേണ്ട ആവശ്യമില്ല, ഫ്ലാറ്റായിട്ട് കൊണ്ടുവരികയാണല്ലോ. ഫ്ലാറ്റായിട്ട് 50% എന്നുള്ള കാര്യം ഇന്ന് ലോക്സഭയിൽ പ്രധാനമന്ത്രിയും അത് പറയുന്നുണ്ടായിരുന്നു. ഈ ക്ലാരിറ്റി ഇല്ലായ്മ എന്തുകൊണ്ട് വരുന്നു? അതാണല്ലോ സംശയത്തിന് ഇട നൽകുന്നത്, അധികാരം സ്ഥിരമായിട്ട് നിലനിർത്തുവാനുള്ള അടവ് എന്ന രീതിയിൽ. ഷാബു കേട്ടോ? അതെ അതെ അതെ. മഞ്ജുഷ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഒരു ബില്ല് പാർലമെന്റിൽ പാസ്സാകുമ്പോൾ, ആ പാസ്സാക്കി കഴിയുമ്പോൾ അതിൻ്റെ അകത്തൊരു ക്ലാരിറ്റി ഇല്ലായ്മ എന്ന് പറയുന്നൊരു പ്രശ്നം ഉദിക്കുന്നില്ല. എല്ലാ മെമ്പർമാർക്കും കൊടുത്ത് വളരെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഡോക്യുമെന്റ് ചെയ്യപ്പെടുന്ന ഒരു പബ്ലിക് രാഷ്ട്രപതി സൈൻ ചെയ്ത് ഇന്ന് ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആണത്. അതിൻ്റെ അകത്ത് പ്രോസ് ആൻഡ് കോൺസ് അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലായ്മ എന്നൊരു സംഭവം ഉണ്ടാകാൻ പറ്റില്ല മഞ്ജുഷേ, ഒരിക്കലും. അതായത് പാർലമെന്റിനെയും അല്ലെങ്കിൽ ജനങ്ങളെയും ഇരുട്ടിൽ നിർത്തുന്ന ഒരു പ്രോസ് ആൻഡ് കോൺസും അതിൻ്റെ അകത്ത് ഉണ്ടാകാൻ പാടില്ല. അതെന്താണ് ക്ലാരിറ്റി ഇല്ലായ്മ? 3 ദിവസമാണ് ചർച്ച വരുന്നത്. ഈ ചർച്ചയിൽ ഇതിൻ്റെ അകത്ത് ശരിയാണ് ബില്ല് കൊണ്ടുവന്നപ്പോൾ ഈ ജനസംഖ്യാനം അതിൻ്റെ അകത്ത് കുറച്ചുണ്ട്. എന്തിനെ ബേസ് ചെയ്താണ് എന്ന് ചോദിക്കുമ്പോൾ, എന്നാ ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ ഒരു ഡേറ്റയെ ബേസ് ചെയ്താണ് ചെയ്യേണ്ടത്. ആ ഡേറ്റ 2011 സെൻസസ് എന്നാണ് ആണുള്ളത്. പക്ഷെ ഇങ്ങനെ സംസ്ഥാനങ്ങൾക്ക് ഒരു ആശങ്കയുണ്ട്. അതുകൊണ്ട് നമ്മൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഫ്ലാറ്റായി 50% വീതം കൊടുക്കുന്നു.
അതായത് കേരളത്തിന് 30, തമിഴ്നാടിന് 59 ആ രീതിയിലാക്കുന്നു. അല്ലാതെ ഇവിടെ ഈ സിബി സത്യൻ ഇവിടെ അനാവശ്യമായ ഒരു തരം ഒരു ഗൂഢാലോചന സിദ്ധാന്തമാണ് ഈ അവതരിപ്പിക്കുന്നത്. 2011 ബേസ് ചെയ്തുകൊണ്ട് ഇത് കുറയ്ക്കും, പിന്നെ 50% കൂട്ടും. ഇതെന്താ പിള്ളേര് കളിയാണോ ഇത്? ഇതൊക്കെ അങ്ങനെ ഇത് എന്താണെങ്കിലും ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫൈനലായി കഴിഞ്ഞല്ലേ പാർലമെന്റിന്റെ അകത്ത് വോട്ടിനിടുകയുള്ളൂ. ഇതൊക്കെ സംസാരിക്കാനല്ലേ അവിടെ ജനപ്രതിനിധികൾ അവിടെ ഉള്ളത്. ഇപ്പം ബഹുമാനപ്പെട്ട സിബി സത്യൻ ഒരുപക്ഷെ പാർലമെന്റിലെ പ്രതിപക്ഷ MP-മാർ അദ്ദേഹം പറഞ്ഞ ഈ മഹാസിദ്ധാന്തം ഒരുപക്ഷെ നോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അവരെ ഒന്ന് അറിയിച്ചോളൂ, ദാ നിങ്ങൾ കാണാത്ത ഒരു വലിയ ചതി ഇതിന്റെ അകത്തുണ്ട്. ഇതാണ് ഇവര് ആദ്യം കുറയ്ക്കും, പിന്നെ കൂട്ടും. ഈ ഓണത്തിനൊക്കെ തുണിക്കട ഒരു ഡിസ്കൗണ്ട് കൊടുക്കുന്ന മാതിരി വില കൂട്ടുക, എന്നിട്ട് അവിടുന്ന് ഒരു 30% ഡിസ്കൗണ്ട് കൊടുക്കുക. ഇത് മത്തിക്കച്ചവടം അല്ലേ, ഇത് ഇന്ത്യൻ പാർലമെന്റ് നിയമവുമാണ്. ഫ്ലാറ്റ് ആയിട്ട് 50% എന്ന് പറയുന്നത് ഇത് തന്നെയാണല്ലോ ശ്രീ ഷാബു പ്രസാദ്. ഫ്ലാറ്റ് ആയിട്ട് 50% കൂട്ടുന്നു എന്ന് പറയുന്നത് ഇത് തന്നെയാണല്ലോ. അത് ഏത് ബേസിലാണെന്ന് പറയുന്നില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമാണ്. അപ്പൊ ഈ 2011 സെൻസസിന്റെ ഡേറ്റ എവിടെയാണ് സാർ കണക്കിലെടുക്കുന്നത്? ഒരു ബില്ല് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് സാർ സംസാരിക്കുന്നത്, മത്തിക്കച്ചവടക്കാരനല്ല. വളരെ ക്ലാരിറ്റിയോടെ സംസാരിക്കണം. ഒരു ബില്ല് ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ചില ഡേറ്റകൾ അവിടെ കൊടുക്കേണ്ടി വരും. ശരി, അത് സംസാരിച്ചും ചർച്ചകൾക്കകത്തും ചർച്ചകൾ വരുമ്പോൾ അതിന് വേണ്ട ഭേദഗതികൾ ഈ 50% എന്നുള്ള അമെന്റ്മെന്റ്സ് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ബില്ല് പാസ്സാകുന്ന പ്രോസസ്സിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതാണ് ഇവിടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സർക്കാരും നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ക്ലിയർ ആയിട്ട് പാർലമെന്റിലാണ് പറഞ്ഞത്. അല്ലാതെ പബ്ലിക് മീറ്റിംഗിലും പത്രസമ്മേളനത്തിലും അല്ല. അതിൽ നിന്ന് അവർക്ക് മാറാനൊന്നും പറ്റില്ല. 2011 ഡേറ്റ ആണോ ഉപയോഗിക്കുന്നത്? ചതിയുണ്ട്, അതിന്റെ അകത്ത് കുറച്ചിട്ട് കൂട്ടാനാണ്, കൂട്ടിയിട്ട് കുറയ്ക്കാനാണ്. അത് തന്നെയാണ് പറഞ്ഞത്. ഇത് മത്തിക്കച്ചവടമല്ല ഇന്ത്യൻ പാർലമെന്റ്. അല്ല സാർ, ഞാൻ ചോദിക്കുന്നത് 2011 ഡേറ്റ എന്തിനാണ് നമ്മൾ ഈ ബില്ലിൽ ഉപയോഗിക്കുന്നത്? അതിനൊന്ന് വിശദീകരിച്ചു തരാം. 2011 ഡേറ്റയെ കുറിച്ച് നമ്മൾ എന്തിനാണ് സംസാരിക്കുന്നത്? അതല്ല ഞാൻ ഈ പറഞ്ഞത് മലയാളത്തിലല്ലേ മിസ്റ്റർ. പറയൂ സാർ, പറയൂ സാർ. ഒരു ബില്ല് ഫോർമുലേറ്റ് ചെയ്ത് പ്രസന്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുള്ള ഒരു ഡേറ്റയാണ് 2011 ലാസ്റ്റ് റെക്കോർഡഡ് സെൻസസ്. അത് അതിൻ്റെ അകത്തുണ്ട്. ഇനി അങ്ങനെ ചെയ്യാനാണെങ്കിൽ ആ രീതിയിലാണെങ്കിൽ ഇപ്പൊ ബില്ല് അവതരിപ്പിച്ച രീതിയിലോ അല്ലെങ്കിൽ വിഭാവനം ചെയ്ത രീതിയിലോ ആണെങ്കിൽ ആ 2011 സെൻസസിനെ ബേസ് ചെയ്തുള്ള വിഭജനമായിരിക്കണം ഉദ്ദേശിച്ചത്. അതല്ല ചെയ്യാൻ പോകുന്നത്. 50% ഫ്ലാറ്റ് ആയിട്ട് കൂട്ടുകയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങളുടെ ഈ ചോദ്യം, അതായത് 2011 സെൻസസ് എന്നുള്ളത് ബൈൻഡിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ അല്ല. 2011 സെൻസസ് എന്നുള്ളത് ബൈൻഡിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ അല്ല എന്നുള്ള കാര്യമാണ്. ശരി, ഒരു ബില്ല് അവതരിപ്പിക്കുമ്പോൾ ആ ബില്ലിന്റെ ചർച്ചാവേളയിൽ പ്രോസസിംഗിൽ അമെന്റ്മെന്റുകളും ഉണ്ടാകും. അമെന്റ്മെന്റുകൾ ഇല്ലാതെ പക്ക അതേപോലെ തന്നെ ഇന്ന് വരെ ഒരു ബില്ലും പാസ്സായിട്ടില്ല. ശരി ഷാബു പ്രസാദ്, പക്ഷേ ഇതൊരു കൺഫ്യൂഷനാണ്. കാരണം ഇത് ബില്ലിൽ ഇക്കാര്യം ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അത് 2011 സെൻസസ് ബൈൻഡിംഗ് ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് ഗവൺമെന്റ് സോഴ്സസിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ വരുന്നു. അതിന് പിന്നാലെ ഫ്ലാറ്റ് ആയിട്ട് 50% എന്നുള്ള കാര്യം മന്ത്രിമാർ തന്നെ പറയുന്നു, പ്രധാനമന്ത്രി തന്നെ പറയുന്നു ഇത് ഗ്യാരണ്ടിയാണ് എന്നുള്ള കാര്യം. അങ്ങനെ ഒരു നേട്ടമോ കോട്ടമോ ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതും. ശരി, ഷാക്കിർ, ഇത് നിങ്ങൾക്ക് സമ്മതമാണോ? ഈ 50% എന്നുള്ള കാര്യം സമ്മതമാണോ? അങ്ങനെയെങ്കിൽ വനിതാ സംവരണ ഭേദഗതിയെ അംഗീകരിക്കുകയല്ലേ വേണ്ടത്? അതല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധർ എന്ന രീതിയിൽ മുദ്ര കുത്തപ്പെടും. ശരി ഷാക്കിർ. സാർ, ഇതുപോലെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു ബില്ല് അവതരിപ്പിക്കുമ്പോൾ സാധാരണഗതിയിൽ ഇതുപോലെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാക്കന്മാരെ വിളിച്ചിരുത്തി ഒരു ജോയിന്റ് സമ്മേളനം അവരെ ബോധ്യപ്പെടുത്തിയിട്ടല്ലേ സാർ ഇത് ചെയ്യേണ്ടത്? ഇത്രയും ആംബിഷ്യസ് ആയിട്ട് ഒരു ബില്ല് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ 2011 വെറുതെ ആഡ് ചെയ്ത് അവിടെ വെച്ചിരിക്കുകയാണ് എന്ന് പറയുന്നത് ഒരു ഇന്ത്യ പോലെ രാജ്യത്തെ ജനാധിപത്യ വലിയ എന്ത് സർവകക്ഷി സമ്മേളനമാണ് സാർ ഈ എന്നെ വിളിച്ച ഞാൻ സംസാരിക്കട്ടെ? പാർലമെന്റ്, ഇന്ത്യൻ പാർലമെന്റ് എല്ലാ പാർട്ടികളുടെയും. മഞ്ജുഷേ, ശരി, ഷാബു നിർത്തൂ. മഞ്ജുഷേ, അദ്ദേഹത്തോട് ആ BJP ന്യായീകരിക്കുന്നു, നിർത്താൻ പറയും. അദ്ദേഹത്തിന്റെ സമയത്ത് ന്യായീകരിച്ചോട്ടെ. ഷാബു നിർത്തൂ. ഷാക്കിർ. ബഹുമാനേ ഷാബു, നിങ്ങൾ നിങ്ങളുടെ സമയത്ത് BJP ന്യായീകരിച്ചോ? ഞങ്ങളൊന്ന് പറയട്ടെ, ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. എന്നോടുള്ള ചോദ്യത്തിന് എനിക്ക് മറുപടി പറഞ്ഞല്ലേ പറ്റുള്ളൂ. ഷാക്കിർ പറയൂ. മഞ്ജുഷേ, ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. നിങ്ങളോടല്ല, എന്നോടാ ചോദിച്ചത്, നിങ്ങളോടല്ല.
നിങ്ങൾ ഇതുവരെ സംസാരിച്ചില്ലേ? ചൂടാകാതെ നിങ്ങൾ സംസാരിക്കുക. അതായത് മഞ്ജുഷേ, ഇതിൽ ഞങ്ങളുടെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ്. ഈ സ്ത്രീ സംവരണ ബില്ലിനെ 2023 തന്നെ നമ്മളെല്ലാം പിന്തുണച്ചിട്ടുണ്ട്, അതിനൊരു സംശയമില്ല. ഇപ്പോഴും അതേ സ്റ്റാൻഡിൽ തന്നെയാണ്. പക്ഷെ ഡീലിമിറ്റേഷൻ ബില്ലിനെ അതിശക്തമായി എതിർക്കുകയാണ്. ഇത് BJPയുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള തിരക്ക് കൂട്ടിയിട്ടുള്ള പരിപാടിയാണ്. 131 ഭരണഘടനാ ഭേദഗതി ബില്ല് ഉൾപ്പെടെ കൊണ്ടുവന്നിട്ട് ഒരു ചർച്ചക്കോ അല്ലെങ്കിൽ അതിന് കൃത്യമായ കാര്യങ്ങളോ അവതരിപ്പിക്കാതെ ഇന്നലെ വൈകുന്നേരമാണ് MP-മാർക്ക് ഈ ബില്ലിൻ്റെ പകർപ്പ് ഇവർ കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഈ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം ഒരുപാട് ഭരണഘടനാ ഭേദഗതികളും പുതിയ ബില്ലുകൾ നിയമമാക്കിയുമൊക്കെ ഇവർ വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്കറിയാം. നേരത്തെ സാബു പ്രസാദ് സൂചിപ്പിച്ചതുപോലെ മത്തി ചുട്ടെടുക്കുന്നതിനേക്കാൾ എന്താ പറയുക, അത്ര വില പോലും രാജ്യത്തെ നിയമനിർമ്മാണത്തിന് BJP സർക്കാർ കൽപ്പിക്കുന്നില്ല. 2023 കൊണ്ടുവന്നിട്ടുള്ളൊരു നിയമം എന്തുകൊണ്ടാണ് ഈ 3 വർഷം ഇവർ അതിൽ ഒരു നീക്കവും ഒരു തുടർ നടപടി സ്വീകരിക്കാതിരുന്നത്? ഇപ്പം രാജ്യത്ത് BJPക്ക് ഭരണം ലഭിക്കാത്ത ചില സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പാർലമെന്റ് വിളിച്ചുകൂട്ടി ഈ BJPയുടെ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, രാജ്യത്തെ നിയമം അനുസരിച്ച്, ഭരണഘടന അനുസരിച്ച് ഭരണഘടനാ ഭേദഗതി ആവശ്യമായ ഒരു സാഹചര്യത്തിൽ ഈ സ്ത്രീ സംവരണം നടപ്പിലാക്കുക എന്നുള്ളത് BJPയുടെ താല്പര്യമല്ല, ദുരുദ്ദേശമാണ്. അവർക്കറിയാം ഇത് നടപ്പിലാകാൻ പോകുന്നില്ല. സത്യസന്ധതയും ആത്മാർത്ഥതയും BJPക്ക് ഇക്കാര്യത്തിലില്ല. മാത്രമല്ല നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഇവർ കൊണ്ടുവന്നിട്ടുള്ള ബില്ലിൽ ഇവർക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇന്ന് നരേന്ദ്രമോദി പാർലമെന്റിൽ പറഞ്ഞത് 50% വരുന്ന ജനവിഭാഗത്തിന്, അതായത് സ്ത്രീ ജനങ്ങൾക്ക് ഈ ജനാധിപത്യ പ്രക്രിയയിൽ ഭാഗമാക്കാൻ അവസരം കൊടുക്കുക എന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണ് എന്നാണ്. ശരി, വകവെച്ചു കൊടുക്കാം. ഈ രാജ്യത്തെ OBC ഉൾപ്പെടെയുള്ള കോടിക്കണക്കിന് മനുഷ്യന്മാർ പാർലമെന്റിൽ നിന്നും നിയമനിർമ്മാണ സഭകളിൽ നിന്നും മാറ്റി നിർത്തുന്ന BJPക്ക് ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്? ഞങ്ങളുടെ MP-മാർ, പ്രതിപക്ഷ MP-മാർ പറഞ്ഞിട്ടുള്ളത്, നേരത്തെ 2023 ബില്ല് അവതരിപ്പിച്ചപ്പോൾ സ്ത്രീ സംവരണ ബില്ലിനെ അനുകൂലിക്കുകയും അതോടൊപ്പം തന്നെ ഇതിൽ OBCക്ക് ഉപസംവരണം സബ്കോട്ട നൽകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അത് ന്യായമായ ഒരാവശ്യമാണ്. പ്രത്യേകിച്ചും പ്രാതിനിധ്യം ഉറപ്പുവരുത്താനാണ് സംവരണം കൊണ്ടുവരുന്നത്. ആ പ്രാതിനിധ്യമില്ലാത്ത ഇന്ത്യയിലെ കോടിക്കണക്കിന് OBC വിഭാഗക്കാരുണ്ട്. ആ OBC വിഭാഗക്കാർക്ക് ഇതിൽ സംവരണം അഡീഷണലായി കോട്ടയായി ഉൾപ്പെടുത്തണമെന്ന് മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. മാത്രമല്ല പുനർനിർണയം ഉണ്ടാകും എന്ന് 2023 ബില്ലിൽ തന്നെ ഉള്ളതാണല്ലോ. 2026 സെൻസസ് അനുസരിച്ച് സീറ്റുകൾ പുനർനിർണയിച്ച ശേഷം എതിർക്കുന്നുണ്ടല്ലോ അല്ലെ? ആയിക്കോട്ടെ, കുഴപ്പമില്ല. എതിർക്കണില്ല. എന്തിനാ എതിർക്കണ അറിയോ? ഇവർ ഡീലിമിറ്റേഷന് ഭരണഘടനാപരമായ ചില നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങളൊക്കെ ഇവിടെ അട്ടിമറിക്കുകയാണ്. നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കാൻ ഇവർക്ക് മാറ്റിയ ഭരണഘടനാ ഭേദഗതി നടത്തിയതുപോലെ അല്ലെങ്കിൽ നിയമനിർമ്മാണം കൊണ്ടുവന്നതുപോലെ ഇവരുടെ താല്പര്യത്തിനനുസരിച്ച് രാജ്യത്തിന്റെ ഭരണഘടനയെ അട്ടിമറിക്കുകയാണ്. ജനാധിപത്യ സംവിധാനങ്ങളെ 2024 തന്നെ സത്യസന്ധമായി തെരഞ്ഞെടുപ്പ് നടന്നാൽ അല്ല, 2023 തന്നെ അംഗീകരിച്ചതാണല്ലോ മണ്ഡല പുനർനിർണയം ഉണ്ടാകും. നിലവിലുള്ള 543 സീറ്റുകളായിരിക്കുകയില്ല എന്നതാണല്ലോ അതിന്റെ അർത്ഥം. കാരണം അതിൽ നിന്ന് പിറകോട്ട് പോയി. അന്ന് അവർ പാർലമെന്റിൽ പറഞ്ഞിരുന്നത് സീറ്റ് എണ്ണം കൂടിയാൽ ആ സീറ്റൊക്കെ ജനാധിപത്യ രാജ്യത്ത് വിജയിപ്പിച്ചെടുക്കാൻ ജനങ്ങൾ ഈ BJPക്ക് എതിരായി നിൽക്കുമെന്നൊക്കെ സംശയമൊന്നുമില്ല. പക്ഷെ അവിടെ പ്രശ്നം, അന്ന് അവർ പറഞ്ഞത് പുതിയ സെൻസസ് പ്രകാരം ഈ ഡീലിമിറ്റേഷൻ നടത്തുമെന്നാണ്. എന്തേ ഇപ്പം ഇവർ മാറാൻ കാരണം? വലിയ ന്യായം പറയണം. ഇവർ അത് 2011 സെൻസസ് അല്ല, ഇത് ഓരോ സ്ഥലത്തും 50% അധികമാക്കി വെക്കുന്നു എന്നൊക്കെ ഇവർ വാക്കാൽ പറഞ്ഞു പോകുന്നു. എന്നാൽ ബില്ലിൽ വ്യക്തതയില്ല. നിങ്ങൾ നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഇത് യഥാർത്ഥ മത്തി ചുട്ടെടുക്കുന്ന ലാഘവത്തോട് കൂടെ തന്നെയാണ് രാജ്യത്തിന്റെ വളരെ സുപ്രധാനമായ ഒരു നിയമനിർമ്മാണത്തിൽ തെരഞ്ഞെടുപ്പുകളിൽ വേണമോ വേണ്ടയോ? അക്കാര്യത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? 2029 തന്നെ വേണം എന്നുള്ളതാണോ? അല്ല, അത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നോട്ടെ, സ്വാഗതാർഹമാണ്. 2029 വേണ്ട, ഏറ്റവും അടുത്ത് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഈ സ്ത്രീ സംവരണം വന്നോട്ടെ, ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, പാർലമെന്റിൽ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ BJPയുടെ താല്പര്യത്തിന് മുസ്ലിം ലീഗ് തീർച്ചയായിട്ടും ET മുഹമ്മദ് ബഷീർ സാഹിബ് പാർലമെന്റിൽ വളരെ വ്യക്തമായി കാര്യം പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ലീഗ് സ്ത്രീ സംവരണത്തെ സ്വാഗതം ചെയ്യുന്നു.
ഇത് 2023 സ്വാഗതം ചെയ്തതാണ്. ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ അതിന് ആത്മാർത്ഥമായി മുസ്ലിം ലീഗ് സ്വാഗതം ചെയ്യുന്നു, പിന്തുണക്കും. പക്ഷേ BJPയുടെ ഹിഡൻ അജണ്ടയെ, ഈ ഡീലിമിറ്റേഷൻ ഉൾപ്പെടെയുള്ള ഭരണഘടനാ സംവിധാനങ്ങളെ അട്ടിമറിക്കുന്ന നിലപാടുകളെ അതിശക്തമായി എതിർക്കും, ജനാധിപത്യ മാർഗത്തിൽ എതിർക്കും. അതുകൊണ്ട് തന്നെ സ്ത്രീ സംവരണത്തിന് ഞങ്ങളെതിരാണ് എന്ന് വരുത്തി തീർക്കണ്ട. അത് പാർലമെന്റിൽ കൃത്യമായി 2023 അതിന് പിന്തുണച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങളുടെ MP മാർ ഇന്നും പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിന് ഉത്തരവാദപ്പെട്ട ആളെന്നുള്ള നിലക്ക് പറയുന്നു, സ്ത്രീ സംവരണത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ അത് ജനപ്രാതിനിധ്യത്തിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം ഉറപ്പുവരുത്താനുള്ള ആത്മാർത്ഥമായ ശ്രമമാകണം. അതോടൊപ്പം തന്നെ ഇവിടെ പിന്നാക്കം നിൽക്കുന്ന OBC വിഭാഗത്തിന് കൂടി ഇതിൽ സംവരണം ഉൾപ്പെടുത്തണം. ഈ ഡീലിമിറ്റേഷൻ എന്നുള്ളതിൽ BJPക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഡീലിമിറ്റേഷൻ സമിതിയെ ഉണ്ടാക്കി അവർക്ക് BJPക്ക് ഭരണത്തിലേറാനുള്ള ഒരു സമിതിയാക്കി ആ രീതിയിൽ മണ്ഡലങ്ങളെ പുനർനിർണയിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ അതിശക്തമായി എതിർക്കുമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ശരി, ശ്രീ ഡോക്ടർ ജി ഗോപകുമാർ, OBC സംവരണം ആവശ്യപ്പെടുന്നുണ്ട്, മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, കോൺഗ്രസും ആവശ്യപ്പെടുന്നുണ്ട്. ഇന്ന് അഖിലേഷ് യാദവ് SP നേതാവ് അദ്ദേഹം ഇക്കാര്യം ലോക്സഭയിൽ തന്നെ പറഞ്ഞിരുന്നു. അതിന് അമിത്ഷാ കൊടുത്ത മറുപടിയും ഉണ്ടായിരുന്നു. SP തങ്ങൾ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന സമയത്ത് മുസ്ലിം വിഭാഗത്തിലുള്ള വനിതകൾക്ക് മുഴുവൻ സീറ്റുകളും കൊടുത്തോളൂ, അതിന് ഞങ്ങൾ എതിരല്ല എന്ന്. അങ്ങനെ ഒരു പരിഹാസം പോലും അവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ OBC സംവരണം എന്നുള്ള കാര്യം അത് എത്രത്തോളം പ്രായോഗികമാണ്? അതിപ്പോൾ തടി തപ്പുവാനുള്ള പ്രതിപക്ഷത്തിൻ്റെ ഒരു ഉപായമാണോ? അല്ല, OBC സംവരണം ഇവർ ആദ്യമായിട്ടല്ല പറയുന്നത്, നേരത്തെ പ്രതിപക്ഷത്തു നിന്ന് ഡിമാൻഡ് വരുന്നുണ്ട്. പക്ഷേ അത് നിലവിലുള്ള ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. കാരണം നമ്മുടെ ജനാധിപത്യത്തിനകത്ത് ഭരണഘടന എഴുതിയപ്പോൾ തന്നെ വളരെ വ്യക്തമായിട്ട് SC/STക്ക് 10% റിസർവേഷൻ കൊടുക്കണം എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി ചേർത്ത കാര്യമാണ്. അന്ന് ഈ മറ്റ് കാസ്റ്റിൻ്റെ കാര്യം ഒന്നും ആലോചിച്ചിട്ടുമില്ല. ഇത് 1990 മണ്ഡൽ കമ്മീഷന് ശേഷം വന്ന ഒരു ഡിമാൻഡായിട്ട് വരുന്നു എന്നുള്ളതല്ലാതെ നിലവിലെ സാഹചര്യത്തിൽ ഒരാൾക്കൊരു വോട്ട്, ഒരു പൗരനൊരു വോട്ട് എന്നുള്ള സങ്കല്പത്തിന് വിരുദ്ധമായി വരും. ഇതിനകത്ത് 100,000 OBC കാസ്റ്റ്, 4000-ൽ പരം OBC കമ്മ്യൂണിറ്റീസ് ഉണ്ടെന്ന് സെൻസസ് കമ്മീഷൻ തന്നെ പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. അതൊന്നും പ്രായോഗികമായ കാര്യമല്ല. ഏതായാലും അതിവിടെ രംഗത്ത് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിവിടെ ചർച്ചയിൽ ആരും എടുക്കുന്നില്ല. പക്ഷേ അത് ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കാൻ വേണ്ടി ഇത് പറയുന്നു എന്നുള്ളതല്ലാതെ ഇതൊരിക്കലും പ്രായോഗികമാകാൻ പോകുന്നതല്ല. കാരണം നമുക്ക് ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യം നമുക്ക് നടപ്പിലാക്കാൻ പറ്റില്ല. കാരണം കോൺസ്റ്റിറ്റ്യൂഷനകത്ത് അത് പറയുന്നില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ വ്യക്തമായിട്ട് ഇത് നേരത്തെയുള്ള മുമ്പേ ഉള്ള സമയത്തുള്ള കമ്മ്യൂണൽ അവാർഡും ബാക്കി പ്രശ്നങ്ങളും ഒക്കെ. എന്താണ് ഷാക്കിർ? അല്ല, ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. അപ്പോൾ ഈ ഒന്ന് പറഞ്ഞു കണക്കാക്കി അംബേദ്കർ നിങ്ങളോട് ചോദിക്കാനുള്ളതാ. അതെ, അത് മതി, മുഴുവനാക്കട്ടെ. അതെ, മുഴുവനാക്കുന്നതിനിടയ്ക്ക് കയറണ്ട. ഞാനൊന്ന് പറഞ്ഞത് നിങ്ങൾ എന്തിനാണ് അതിനിടയ്ക്ക് ഒരു ഫ്ലോ പോലെ തടയുന്നത്? ഞാൻ നിർത്തിക്കോട്ടെ. അപ്പോൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയാൻ കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയ സമയത്ത് തന്നെ ഇത് വ്യക്തമായിട്ട് അന്നും ഇതിനെക്കുറിച്ച് ചർച്ച വന്നപ്പോൾ നമുക്ക് മറ്റ് പലതരത്തിൽ രാജ്യത്തിനെ വിഭജിക്കാൻ പാടില്ല. ഇത് എത്നിക് ഡെമോക്രസി അല്ല, വംശീയ ജനാധിപത്യമല്ല, ഇതൊരു ലിബറൽ ഡെമോക്രസിയാണ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഡിബേറ്റ്സിൽ വളരെ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. അംബേദ്കറും അതിനെ വളരെ ശക്തമായി പിന്താങ്ങിക്കൊണ്ട് SC/ST റിസർവേഷൻ മാത്രമേ ഇതിനകത്ത് അനുവദനീയമാവുള്ളൂ എന്ന് വ്യക്തമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് പ്രായോഗികമല്ല എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. മാത്രമല്ല 4000-4000-ലപ്പുറം ഉപകാസ്റ്റും ജാതിയും മറ്റും ഉള്ളപ്പോൾ നമുക്ക് ഇതിനെയൊക്കെ കോട്ടയെ വിത്തിൻ കോട്ട എന്നുള്ളത് സ്വാഭാവികമായിട്ട് നടക്കില്ല എന്ന് മാത്രമല്ല, രാജ്യത്തെ തുരങ്കം വയ്ക്കാനും രാജ്യത്തിന് ഐക്യത്തെ ഇല്ലാതാക്കാനും മാത്രമേ കഴിയുള്ളൂ. ശരി ഷാക്കിർ, മതത്തിന്റെ പേരിൽ അങ്ങനെ ഒരു സംവരണം സാധ്യമല്ല, അത് ഭരണഘടന വിരുദ്ധമാകും. എന്നിട്ട് നിങ്ങൾ അതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഷാക്കിർ. അല്ല, മഞ്ജുഷേ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കേൾക്കുമ്പോൾ അദ്ദേഹം പിന്നെന്താ പറയുക, അതിന് ശക്തമായി നമ്മളെ പ്രതിഷേധവും വിയോജിപ്പും രേഖപ്പെടുത്താണ്. ഒരു കാര്യം, ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇപ്പോൾ പുതിയ നിയമങ്ങൾ രാജ്യത്ത് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഈ OBC സംവരണവും നടപ്പിലാക്കാവുന്നതാണ്. അത് കൃത്യമായ നിർദ്ദേശങ്ങൾ നമ്മുടെ MP-മാർ പാർലമെൻറ്റിൽ 2023-ലും അല്ലെങ്കിൽ 90-കൾക്ക് ശേഷം കൃത്യം അവതരിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ സ്ത്രീകൾക്ക് സംവരണം കൊണ്ടുവരാൻ കാരണം എന്താണ്? ഈ ഭരണ പ്രക്രിയകളിൽ രാജ്യത്തിൻ്റെ 50% വരുന്ന അല്ലെങ്കിൽ 50%-ഓളം വരുന്ന നമ്മുടെ സ്ത്രീ ജനവിഭാഗത്തെയും പങ്കെടുപ്പിക്കുക, ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം കൂട്ടുക എന്നാണ് ഇന്ന് നരേന്ദ്രമോദി പാർലമെൻറ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ ചോദിക്കട്ടെ, ഈ രാജ്യത്തെ 20 കോടിയോളം വരുന്ന മുസ്ലിം സമുദായത്തെ ഈ ഭരണഘടനാ പ്രക്രിയ
ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാക്കണ്ടേ? OBC-യിലെ മറ്റ് വിഭാഗങ്ങളുണ്ടല്ലോ, പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾ, അവരെയൊന്നും ഈ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാക്കണ്ടേ? ഈ രാഷ്ട്ര നിർമ്മാണത്തിൽ, ഈ രാഷ്ട്ര നിർമ്മിതിയിൽ വലിയ പങ്ക് വഹിച്ച OBC വിഭാഗത്തെ ചേർക്കുന്നത് അതെങ്ങനെയാണ് ഈ രീതിയിൽ രാജ്യത്തെ ഈ സംവിധാനങ്ങൾക്ക് വിരുദ്ധമാകുന്നത്? ഇപ്പൊ പുതിയ നിയമങ്ങൾ BJP കൊണ്ടുവന്നിരുന്നത് പലതും ഭരണഘടന തിരുത്തിക്കൊണ്ടാണ്, ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ആ ഭരണഘടനാ ഭേദഗതിയിലൂടെ OBC സംവരണവും കൊണ്ടുവരാവുന്നതാണ്. അതിനവർക്ക് താല്പര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് വോട്ട് ചെയ്യുന്ന ആളുകളെ ഒരു പ്രത്യേക വിഭാഗമാക്കി അതിന് കൂടുതൽ സീറ്റുകൾ ഉണ്ടാക്കി, BJPക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ കണ്ടെത്തി, എന്നിട്ട് ഭരണത്തിൽ തുടരാമെന്നുള്ള വ്യാമോഹമാണ് BJPക്കുള്ളത്. അതിനെയാണ് ഇത് ജനാധിപത്യ പ്രക്രിയയ്ക്ക് വിരുദ്ധമാണ്, സാധ്യമല്ലാത്ത ഒരു കാര്യമല്ലേ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. ഹിഡൻ അജണ്ടയാണ്. അതെങ്ങനെയാണ് മനുഷ്യ സാധ്യമല്ലാതാകുന്നത്? തീർച്ചയായിട്ടും ഭരണഘടന ഭേദഗതി നടത്താൻ ഇവിടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. പാർലമെന്ററി ജനാധിപത്യവും അർദ്ധ ഫെഡറൽ സ്വഭാവമുള്ള ഭരണഘടനയാണ് നമുക്കുള്ളത്. പാർലമെൻറ്റിന് നിയമനിർമ്മാണത്തിനുള്ള അധികാരമുണ്ട്, യാതൊരു തർക്കവുമില്ല. പക്ഷേ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെയും സവിശേഷതയെയും നശിപ്പിക്കുന്ന ഏതൊരു നിയമത്തെയും കോടതികൾക്ക് അത് അസാധുവാക്കാം. ആ ഒരു ഭാഗം പറക്കാതെ പാർലമെൻറ്റിന് എന്തും ചെയ്യാമെന്നുള്ള ഒരു നറേറ്റീവ് വാസ്തവത്തിൽ അത് ഭരണഘടനയുടെ യഥാർത്ഥ സ്പിരിറ്റ് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. മാത്രമല്ല, ഇപ്പോൾ തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്കകത്തും ബാക്കി റെപ്രസെൻറ്റേഷനും അതൊക്കെ മറ്റ് കമ്മ്യൂണിറ്റീസിനും എല്ലാ റെപ്രസെൻറ്റേഷൻ വരുന്നുണ്ട്. പക്ഷേ മതങ്ങൾക്കോ ജാതികൾക്കോ ഉപജാതികൾക്കോ റിസർവേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ 4000-ൽ പരം ഉപജാതികളുള്ള ഒരു രാജ്യത്ത് ഇതിന് അങ്ങനെ ബ്രാക്കറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല, കോൺസ്റ്റിറ്റ്യൂഷനകത്ത് അത് പ്രൊവിഷനില്ല. ഇനി വനിതകളെക്കുറിച്ച് ചോദിച്ചു താങ്കൾ, അതിനെക്കുറിച്ചും പറയാം. വനിതകൾ എന്ന് പറയുന്നത് ഒരു വർഗമാണ്, ഒരു ക്ലാസ്സാണ്, ഒരു എത്തിനിസിറ്റി അല്ല, അതൊരു കാസ്റ്റ് അല്ല, അതൊരു റിലിജൻ അല്ല. അതുകൊണ്ട് വനിതകൾക്ക് സംവരണം കൊടുക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാവില്ല. എന്നാൽ ജാതിക്ക് കൊടുക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാകും. പാർലമെൻറ്റിൽ നാളെ ഒരു കാലത്ത് മറ്റൊരു പാർട്ടി വന്ന് ഇത് പാസ്സാക്കിയാലും അത് കോടതിയുടെ സ്ക്രൂട്ടണിയിൽ തള്ളിപ്പോകുക തന്നെ ചെയ്യും. ശരി ശ്രീ സിബി സത്യൻ, ഇത് അതാത് പാർട്ടികൾക്ക് തന്നെ തീരുമാനിക്കാവുന്ന കാര്യമാണല്ലോ. ഇത്തരത്തിലുള്ള ഉപജാതി സംവരണങ്ങൾ വേണമോ, ഈ OBC സംവരണം വേണമോ എന്നുള്ള കാര്യം അതാത് പാർട്ടികൾ തീരുമാനിക്കട്ടെ. ഇവിടെ വനിതാ സംവരണം എന്ന ജനറലൈസ് കാറ്റഗറി അത് മാത്രമല്ലേ സാധിക്കുകയുള്ളൂ. അത് പിന്നീട് ഈ പാർട്ടികൾ ആവശ്യപ്പെടുന്നത് അത് ഈ പ്രധാനപ്പെട്ട ഈ വസ്തുതയിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ലേ. ഞങ്ങൾ വനിതാ സംവരണത്തെ അനുകൂലിക്കുകയാണ്, പക്ഷേ ഇന്ന കാരണങ്ങളാൽ ഇത് ശരിക്കുമല്ല നടപ്പാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ എതിർപ്പിന് വേണ്ടി എതിർപ്പുണ്ടാക്കൽ. മഞ്ജുഷ, ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ നിലവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ മതേതര പാർട്ടികൾ എന്ന് അവകാശപ്പെടുന്നവരെല്ലാവരും കൃത്യമായിട്ട് ജാതി ഉപജാതി ഘടകങ്ങളിൽ തന്നെയാണ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത്. കാരണം ഓരോ പ്രദേശത്തും ജയിക്കാൻ ഒരു പ്രത്യേക മതത്തിന്റെ സ്ഥാനാർത്ഥി ആവശ്യമുണ്ടെങ്കിൽ ആ മതത്തിൽ നിന്ന് തന്നെ ആളിനെ എടുത്ത് സ്ഥാനാർത്ഥിയാക്കുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ പറഞ്ഞ സോക്കോൾഡ് ഡെമോക്രസിയിൽ നമ്മൾ കണ്ടുവരുന്നത്. അപ്പൊ അതുകൊണ്ട് അത്തരം വാദങ്ങൾക്ക് വലിയ പ്രസക്തി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ എനിക്കിപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യം, നമുക്ക് 3-1 വനിതാ സംവരണം ഉണ്ടെങ്കിൽ നിലവിലിരിക്കുന്ന എക്സിസ്റ്റിംഗ് ജനാധിപത്യ മോഡലിൽ, അതായത് ഇപ്പൊ നിലവിലിരിക്കുന്ന എത്ര അംഗങ്ങളിനകത്ത് 3-1 എന്തുകൊണ്ട് 3-1 വനിതകൾക്ക് സംവരണം ഏർപ്പെടുത്തിക്കൂടാ? നമ്മളിപ്പോ എനിക്ക് ചോദിക്കാനുള്ളത് ഗോകുമാർ സാറിനോടാണ്. നമ്മളിപ്പോ ഒരു 850 ആക്കുന്നു നമ്മുടെ പാർലമെന്റിലെ അംഗങ്ങളുടെ എണ്ണം. ഇതുമൂലം ഉണ്ടാകുന്ന അധിക ചെലവ്, കാരണം ഇത്ര MP-മാരെ അധികം ഇത് ചെയ്യണം, അവരെ തീറ്റിപ്പോറ്റണം, അവരുടെ സ്റ്റാഫിനെ തീറ്റിപ്പോറ്റണം. അതുപോലെ തന്നെ മന്ത്രിമാരുടെ എണ്ണം 15% മന്ത്രിമാരുടെ എണ്ണം നിജപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ കേന്ദ്രത്തിലുള്ള 81 മന്ത്രിമാരെന്ന് പറയുന്നത് 122 മന്ത്രിമാരായിട്ട് മാറും. അപ്പൊ അത്രയും മന്ത്രിമാര്, അവരുടെ പേഴ്സണൽ സ്റ്റാഫ്. നമ്മൾ നിയമസഭയിലേക്ക് എടുത്ത് നോക്കുമ്പോൾ നിയമസഭയിൽ ഇപ്പം കേരളത്തിലെ 140 നിയമസഭ എന്ന് പറയുമ്പോൾ വീണ്ടും 70 കൂടിയിട്ട് നമ്മൾ 210 ആകും. അപ്പം അതിനകത്ത് വീണ്ടും നമ്മുടെ മന്ത്രിമാരുടെ എണ്ണം വീണ്ടും കൂടും. അപ്പൊ ഈ ഒരു ഇത്രയും ആൾക്കാരുടെ എണ്ണം കൂടി, അതായത് നമ്മളുടെ MLA-മാരുടെയും MP-മാരുടെയും അവരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ എണ്ണം കൂട്ടി ഇന്ത്യയുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള ശ്രമമാണോ ശരിക്കും നടക്കുന്നത്? രണ്ടാമത്തെ കേസ്, എന്റെ ചോദ്യം, ഇത്രയും ആൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ നിയമനിർമ്മാണ പ്രക്രിയ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടെ മനോഹരമാകുമോ? ഇപ്പൊ 850 പേര് വന്നാൽ 545 പേര് ചർച്ച ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി മികവുറ്റ തീരുമാനങ്ങളോ അല്ലെങ്കിൽ മികവുറ്റ നിയമങ്ങളോ ഇന്ത്യയിൽ കൊണ്ടുവരാൻ സാധിക്കുമോ? സത്യത്തിൽ എന്താണ് ഇത്രയും എണ്ണം കൂട്ടുന്നത് കൊണ്ട് ഈ സർക്കാർ ലക്ഷ്യമാക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? ഇപ്പോൾ 30 ലക്ഷം വരെ ആളുകൾക്ക് ഒരു MP എന്ന രീതിയിൽ പോലും ചില മണ്ഡലങ്ങളിലുണ്ട്. അങ്ങനെയുള്ള കാര്യമാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഡോക്ടർ ജി ഗോപകുമാർ, ഇത്തരത്തിലുള്ള ആൻഡമാനിൽ 60,000 പേരേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഒരിക്കലും ആൻഡമാനിൽ ഒരാൾ വേണ്ടെന്ന് പറയാൻ പറ്റില്ല. അത് ഇപ്പോഴും ആ ഇനിക്വാലിറ്റി നിലനിൽക്കുന്നുണ്ട്. ആ ഇനിക്വാലിറ്റി അങ്ങനെ തന്നെ തുടരുക ചെയ്യും.
അപ്പൊ നമ്മൾ അടിസ്ഥാനപരമായി ഫെഡറലിസത്തിന് തകരാറുണ്ടാക്കുന്ന രീതിയിലുള്ള തരത്തിലേക്ക് ഒരു കാരണവശാലും ഇത്തരം ഒരു മെഗാ എക്സ്പാൻഷൻ കൊണ്ടുവന്നിട്ട് ഇന്ത്യയുടെ അടിസ്ഥാനപരമായ ഷാബുവിന് പോകാൻ ധൃതിയുണ്ടാവുന്നതാണ്. ഷാബുവിന് പോകാൻ ധൃതിയുണ്ട്. ഷാബു, ഇക്കാര്യത്തിൽ താങ്കളുടെ ഒരു നിലപാട് കൂടി പറയാം, അതിനുശേഷം ഡോക്ടർ ജി ഗോപകുമാറിലേക്ക് പോകാം. ഷാബു. മഞ്ജുഷേ, നമ്മുടെ ഭരണഘടനയുടെ 82-ാം വകുപ്പിലുള്ള കൃത്യമായ റഫറൻസ് ആണ്, കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ജനസംഖ്യക്ക് ആനുപാതികമായി ഈ പാർലമെന്റിലെയും അസംബ്ലിയിലെയും റെപ്രസെന്റേഷൻ വർദ്ധിപ്പിക്കണം. നമ്മുടെ ഇതിന്റെ പോപ്പുലേഷന്റെ റിഫ്ലക്ഷൻ നമ്മുടെ ജനപ്രാതിനിധ്യ സഭകളിൽ ഉണ്ടാകണം എന്നുള്ളത് 100% ആ രീതിയിൽ പോവുകയാണെങ്കിൽ ഇപ്പോൾ അത് കൃത്യമായി നടന്നിരുന്നു 71 വരെ. അങ്ങനെ പോവുകയാണെങ്കിൽ ഇപ്പോൾ 1400 MP വേണ്ടി വരും. 1400. എന്തിനാണ് ഒരു ജനപ്രതിനിധി? ജനങ്ങൾക്ക് സമീപിക്കാനും ജനങ്ങളുടെ തിരഞ്ഞെടുക്കപ്പെട്ട തങ്ങളുടെ ജനപ്രതിനിധിയെ സമീപിക്കാനും സംസാരിക്കാനും തങ്ങളുടെ ആവലാതികൾ പറയാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഒരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നത്. 10 ലക്ഷം പേർക്ക് ഒരു ജനപ്രതിനിധിയെ സമീപിക്കുന്നത് പോലെയാണോ 20 ലക്ഷം പേർ സമീപിക്കുന്നത്, അല്ലെങ്കിൽ 30 ലക്ഷം പേർ സമീപിക്കുന്നത്? ഇതൊരു വലിയ അനീതിയാണ്. കാര്യം ജനങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനുള്ള അവസരങ്ങൾ അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ വർദ്ധിപ്പിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ചെലവ് മറ്റേതൊന്നും പറയുന്നതൊന്നുമല്ല. ജനാധിപത്യം ഈ രീതിയിൽ നല്ല രീതിയിൽ ഫ്രൂട്ട്ഫുൾ ആയിട്ട് നടന്നു പോകാനുള്ള ചെലവ് ഇവിടെ ഉണ്ട്, സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. പാർലമെന്റ് 1 മിനിറ്റ് നടക്കുന്നതിന് ലക്ഷങ്ങളാണ് ചെലവ്. എന്തിനാണ് ഇങ്ങനെ ചെലവാക്കുന്നത്? എല്ലാം കൂടെ ഓൺലൈൻ മീറ്റിംഗ് വല്ലതും നടത്തിയാൽ പോരെ എന്നൊക്കെ വേണമെങ്കിൽ സത്യം ചിലപ്പോൾ ചോദിച്ചേക്കാം, സിബി സത്യം ചോദിച്ചേക്കാം. അങ്ങനെയല്ല അത്. അതായത് പരമാവധി കൂടുതൽ ജനസംഖ്യ, അതായത് ജനങ്ങൾക്ക് പരമാവധി പ്രയോജനപ്പെടുന്ന രീതിയിൽ ജനപ്രതിനിധികൾ തെരഞ്ഞെടുക്കപ്പെടുക എന്നുള്ളത് ഒരു ജനാധിപത്യത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകമാണ്. ഒരു കാര്യം അറിയോ, വെറും 6 കോടി ജനസംഖ്യയുള്ള UK-യിൽ 650 പാർലമെന്റ് മെമ്പർമാരുണ്ട്. 6 കോടി ജനസംഖ്യയുള്ള UK-യിൽ. അതേപോലെ തന്നെ 30 കോടി ജനസംഖ്യയുള്ള അമേരിക്കയിലെ US-ലെ ഏതാണ്ട് 1000-ലധികം ഉണ്ട് അവിടുത്തെ സെനറ്റ് മെമ്പേഴ്സ്, ജനപ്രതിനിധികൾ എന്ന് പറയുന്നത്. ഇത് അതുപോലെ പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു മിനിമം, അതായത് ഈ ജനസംഖ്യാനുപാതികമായി ഉണ്ടായ ആ മാറ്റങ്ങൾ, ആ ഡൈവേഴ്സിറ്റി, അത് പൂർണ്ണമായും അങ്ങനെ ചെയ്യുമ്പം ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ ഉണ്ടാകും. കാര്യം ജനസംഖ്യാ നിയന്ത്രണം നടപ്പാക്കിയ സംസ്ഥാനങ്ങൾക്ക് ഒരു അനീതി ഉണ്ടാകുന്നോ എന്ന ആ ഫീലിംഗ് വരാതെ, എന്നാൽ ഒരു ബാലൻസിങ് ആയിട്ടുള്ള സമീപനം, അതാണ് ഇവിടെ ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് എവിടെയാണ് ഒരു ബേസിക് അരിത്തമെറ്റിക്സ്? ഇപ്പൊ ഇവിടെ വന്നിരുന്ന അനീതി കാട്ടുന്നു, BJPക്ക് അനുകൂലമായി പ്രതികൂലമായി എന്നൊക്കെ പറയുമ്പം കുറഞ്ഞ പക്ഷം 4-ാം ക്ലാസ്സിലെ എഞ്ചുവടിയെങ്കിലും പഠിച്ചിട്ട് വരണം. ഇവിടെ ഷാക്കിർ പറഞ്ഞു അവിടെ ഇത് ഇങ്ങനെ 50% ഇങ്ങനെ ആക്കിയാൽ പോലും അത് അനീതിയാണ്. എങ്ങനെ അത് അദ്ദേഹം വിശദീകരിക്കുന്നില്ല. അതിൻ്റെ അകത്ത് നിഗൂഢതയുണ്ട്, മറ്റതുണ്ട്, മറിച്ചതുണ്ട്. ഈ 50% കൂട്ടുമ്പോൾ ഇപ്പോഴെന്താണ് അവസ്ഥ? 24% ഉണ്ട്, 23.7 അറൗണ്ട് ഇത് 24% ഉണ്ട്. ഈ 50% കൂട്ടുമ്പോഴും സൗത്ത് ഇന്ത്യയുടെ റെപ്രസെന്റേഷൻ 24%. ഇനി ഇപ്പോഴത്തെ അവസ്ഥ നോക്കൂ. ഇപ്പോഴത്തെ അവസ്ഥയില് ഈ ഇന്ത്യ ഭരിക്കാൻ BJPക്ക് സൗത്ത് ഇന്ത്യയുടെ ആവശ്യമുണ്ടോ? ഈ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആ റെപ്രസെന്റേഷൻ വലിയ ഇത് ആവശ്യമില്ല. കർണാടകയിൽ നിന്ന് മാത്രമേ ഉള്ളൂ BJPക്ക് എവിടെ ഉള്ളത്. അത് 80% കഴിഞ്ഞാലും ഉണ്ടാകും, 80% കൂട്ടിയാലും അതങ്ങനെ തന്നെ ഇവിടെ ഉണ്ടാകും. അല്ല, ഇതോടെ TDPയുടെ സഹായം വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തെക്കേ ഇന്ത്യയെ പൂർണ്ണമായിട്ട് തള്ളി പറയേണ്ട, TDPയുടെ സഹായം ആവശ്യമുണ്ട് NDAക്ക്. ചന്ദ്രബാബു നായിഡുവിന്റെ ആവശ്യമുണ്ടായിട്ടുണ്ട്. ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. അതേപോലെ പിന്നെ ഇവര് പറയാതെ അറിയാതെ ഇവർ സമ്മതിക്കുന്ന എന്താണ്? ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും ആർക്കും പ്രവർത്തിക്കാനും ഏത് രാഷ്ട്രീയ പാർട്ടിക്കും പ്രവർത്തിക്കാനും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ജനപിന്തുണ നേടാനുമുള്ള അവകാശമുണ്ട്. ഈ പറഞ്ഞ പോലെ ഉത്തർപ്രദേശിലും ബീഹാറിലും ഒന്നും ഞങ്ങൾക്കിനി ഒരു രക്ഷയുമില്ല, ഞങ്ങളുടെ കാലം അവിടുത്തെ കഴിഞ്ഞു എന്ന ഭയത്തിൽ നിന്നാണോ അവിടെ പോയി ശരി ഷാബു, ഷാക്കിർ അങ്ങനെയും ഉണ്ടല്ലോ. നിങ്ങൾ തോൽവി സമ്മതിച്ചതിന് തുല്യമായി മാറും ഇത്. മറ്റൊരു കാര്യം, വനിതാ സംവരണത്തെ അനുകൂലിക്കുന്നു എന്ന് പരസ്യമായി പറയുകയും പാർലമെന്റിൽ എതിർത്ത് വോട്ട് ചെയ്യുകയും ഉണ്ടായാൽ അത് സ്ത്രീ വിരുദ്ധർ എന്ന മുദ്ര ചാർത്തപ്പെടുന്ന ഒരു കാലമായിരിക്കും വരിക. അങ്ങനെയും ഉണ്ടല്ലോ സ്വാഭാവികമായിട്ടും. ഷാക്കിർ,
നിങ്ങൾ വല്ലാതെ പ്രയാസപ്പെടല്ലേ സ്ത്രീ വിരുദ്ധ മുദ്ര കുത്താൻ വേണ്ടി? അത് 2023 മുസ്ലിം ലീഗും പ്രതിപക്ഷ പാർട്ടികളും അതിനെ പിന്തുണച്ചതാണ്. ഇത്തവണയും പറഞ്ഞിട്ടുണ്ട്, ഇത് ജനാധിപത്യ സംവിധാനങ്ങളെ, ഫെഡറൽ സിസ്റ്റത്തെ നോക്കുകുത്തിയാക്കി BJP രാജ്യത്ത് വോട്ട് ചോരി നടത്തി അധികാരത്തിൽ വന്നതാണ്. എന്നിട്ട് വലിയ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം പറയല്ലേ? നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ അധികാരത്തിൽ വന്നത് എങ്ങനെയാണ്, ആരുടെ പിൻബലത്തിലെന്ന് നമുക്കറിയാം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയോഗിക്കാനുള്ള അധികാരത്തിൽ നിന്ന് ഭരണഘടനാ സംവിധാനങ്ങളെ പോലും നോക്കുകുത്തിയാക്കി BJPയുടെ ഏജന്റായിട്ടാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. നമുക്കറിയാമല്ലോ, വോട്ടിംഗ് പ്രക്രിയ അവസാനിച്ച്, പോളിംഗ് പ്രക്രിയ അവസാനിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് ലക്ഷക്കണക്കിന് വോട്ടുകൾ ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെ അധികമായി വന്നത് എങ്ങനെയാണ്? ചോദ്യത്തിന് ഉത്തരമുണ്ടോ? ഇപ്പോൾ 45 ദിവസം കഴിഞ്ഞാൽ ഈ പോളിംഗിന്റെ സംവിധാനങ്ങളെ ഡിലീറ്റ് ചെയ്യണമെന്ന് ഇവർ ഉത്തരവിടുകയാണ്. എന്നിട്ട് 45 ദിവസം കഴിഞ്ഞ് കൗണ്ടിങ്ങിന് ഉത്തരവ് കൊടുക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ജനാധിപത്യ സംവിധാനങ്ങൾ അട്ടിമറിക്കാനുള്ള വ്യഗ്രത കാണിക്കുന്നത്, താല്പര്യം കാണിക്കുന്നത് BJP ആണ്. ജനങ്ങൾ ഇവർക്ക് വോട്ട് നൽകില്ല. നമുക്കറിയാമല്ലോ, ഇപ്പൊ ഈ 2024 കഴിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ഓരോ സംസ്ഥാനങ്ങളും എടുത്ത് പരിശോധിച്ചോ? അല്ലല്ല, നിങ്ങൾ കേൾക്ക്, നിങ്ങൾ അങ്ങനെ BJPയെ ന്യായീകരിച്ച് വെറുതെ വഷളാവാൻ നിൽക്കല്ലേ. ജനാധിപത്യത്തിന്റെ മഹത്വം ഒക്കെ പറയാൻ നിങ്ങൾക്ക് ഒരു അധികാരമില്ല. പ്രത്യേകിച്ച് BJPക്ക് നാവായി നിൽക്കുന്ന നിങ്ങളോട് പറയാനുള്ളത്, ജനാധിപത്യം എന്താണെന്ന് ദയവായി ഒന്ന് പഠിച്ചു വരണം. പാർലമെന്റിന്റെ മഹാത്മ്യത്തെ കുറിച്ച് ഇന്ത്യയുടെ രാഷ്ട്രപതിയെ മാറ്റി നിർത്തി ആ പാർലമെന്റിന്റെ ഉദ്ഘാടനം നടത്തിയ ആളുകളാ നിങ്ങൾ. എന്നിട്ട് അവിടെ ഒന്നും ഒരു കുഴപ്പം നിങ്ങൾ കാണുന്നില്ല അല്ലേ? അവിടെ ഒന്നും നിങ്ങൾക്ക് പ്രശ്നമില്ല. BJPക്ക് അനുകൂലമായി BJP കുറുക്കൻ കൊക്കിന് തക്കരത്തിന് വിളിച്ച മാതിരി അവനവന്റെ സൗകര്യത്തിന് പാർലമെന്റ് മണ്ഡലങ്ങൾ സൃഷ്ടിച്ചെടുക്കാനുള്ള ആ ശ്രമമാണ്. ആ രാഷ്ട്രീയത്തെ, ദുഷിച്ച രാഷ്ട്രീയത്തെ, ജനാധിപത്യത്തെയും ഫെഡറൽ സംവിധാനത്തെയും തകർക്കാനുള്ള ശ്രമത്തെ എതിർക്കുന്നതിനെ നിങ്ങൾ ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യേണ്ട. അത് സ്ത്രീ വിരുദ്ധമല്ല. സ്ത്രീ പക്ഷത്തെ വിമോചനത്തിന് വേണ്ടി ഞങ്ങൾ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞാൽ അത് പാർലമെന്റിനകത്താണ് പറഞ്ഞിട്ടുള്ളത്, അതിനനുകൂലമായി നിന്നിട്ടുണ്ട്. പക്ഷേ BJPയുടെ താല്പര്യത്തിന് ഡീലിമിറ്റേഷൻ തോന്നിയതുപോലെ ഉണ്ടാക്കാൻ, ആ ഡീലിമിറ്റേഷൻ സമിതിയെ BJPയുടെ ഉപസമിതിയാക്കാൻ അത് നിങ്ങൾ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായി ശക്തമായി എതിർക്കും. അതിന് എന്റെ പ്രിയപ്പെട്ട ഷാബു പ്രസാദെ, നിങ്ങളെ പോലെയുള്ള ആളുകൾ, വസ്ത്രം ധരിക്കാത്ത സ്വാമിമാർക്ക് പോലും സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ 100% മുസ്ലിം ലീഗ് സ്ത്രീ വിരുദ്ധമാണ്. ശരി, ഞാൻ വരാം. ഡോക്ടർ G. ഗോപകുമാർ, ഇവിടെ എതിർക്കപ്പെടും, സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം ഇതിനെ എതിർക്കും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണല്ലോ കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു നീക്കം നടത്തിയത്. ആ കുഴിയിൽ ചാടുകയാണോ പ്രതിപക്ഷം ചെയ്യുന്നത്? എതിർക്കുന്നതാണോ അതോ അനുകൂലിക്കുന്നതാണോ നല്ലത് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന്? ഇപ്പോൾ എതിർക്കുന്നു എന്ന് പറയുമ്പോഴും പ്രതിപക്ഷത്ത് നിന്ന് ചില നമ്പറുകൾ കിട്ടിയേക്കാം, ചില പിന്തുണ കിട്ടിയേക്കാം എന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും കേന്ദ്ര സർക്കാരിനുണ്ടല്ലോ. 360 എന്ന 2/3 ഭൂരിപക്ഷത്തിനായിട്ട് ചിലർ വിട്ടുനിന്നേക്കാം. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയും താങ്കൾ തള്ളിക്കളയുന്നുണ്ടോ? അല്ല, ഭരണഘടനാ ഭേദഗതിയുടെ നിയമം അനുസരിച്ച് 3 തരത്തിൽ ഭരണഘടനാ ഭേദഗതി ചെയ്യാം. പക്ഷേ ഇതിനകത്ത് വന്നിരിക്കുന്ന അംഗങ്ങളുടെ ഭൂരിപക്ഷവും എന്നാൽ ലോകസഭയിലെ അംഗങ്ങളുടെ ഭൂരിപക്ഷവും എന്ന് പറഞ്ഞാൽ 543 നേരിയ ഭൂരിപക്ഷവും വന്നിരിക്കുന്നവരുടെ 2/3 ഭൂരിപക്ഷവുമാണ് വേണ്ടത്. ഇതാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റിൽ വോട്ടിംഗ് റിക്വയർമെൻറ്റ് പറയുന്നത്. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നാളെ അത് കിട്ടാൻ വഴിയില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതല്ലെങ്കിൽ കുറച്ച് പ്രതിപക്ഷ പാർട്ടികളെങ്കിലും വോട്ടിങ്ങിൽ പങ്കെടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യം വന്നാലേ ഉള്ളൂ. താങ്കൾ ചൂണ്ടിക്കാണിച്ച ആ കാര്യം. അപ്പോൾ ചുരുക്കത്തിൽ ഇതിൻ്റെ പിന്നിലുള്ള പൊളിറ്റിക്കൽ ഗെയിമിനെ കുറിച്ച് എനിക്കറിവില്ല, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ 2 കാര്യങ്ങൾ പറയാം. ഒന്ന്, വനിതാ സംവരണം കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. 2, ഒരു ഫെഡറൽ രാജ്യമാണെങ്കിലും ഒരു പെർഫെക്റ്റായിട്ടൊരു ഫെഡറൽ സംവിധാനം നമ്മുടെ രാജ്യത്തില്ല. അതേസമയം ജനസംഖ്യ 1971 ഇരട്ടിയിൽ കൂടുതലായി എന്നുള്ള വസ്തുത നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മണ്ഡല പുനർനിർണയം ചെയ്യാതിരിക്കാൻ പറ്റില്ല. പക്ഷേ മണ്ഡല പുനർനിർണയം ചെയ്യുമ്പോൾ ഇവിടെ വരേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ 30 ലക്ഷത്തിനകത്ത് ഒരു MP എന്നുള്ളതും 60,000 പേർക്ക് ഒരു MP എന്ന് പറയുന്നതും 2 എക്സ്ട്രീംസാണ്. അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ മണ്ഡല പുനർനിർണയം ചെയ്യാതിരിക്കാൻ പറ്റില്ല. ആ മണ്ഡല പുനർനിർണയം ചെയ്യുമ്പോൾ അത് നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ വികസിതമായി നടക്കുന്ന വിദ്യാഭ്യാസമുള്ള മേഖലയിലൊക്കെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യാ നിയന്ത്രണം നന്നായി നടന്നതുകൊണ്ട് അവരുടെ ജനസംഖ്യാ വളർച്ചാ നിരക്ക് കുറവായതുകൊണ്ട് അവരെ ശിക്ഷിക്കുന്ന രീതിയിലാകരുത് എന്നുള്ളൊരു വസ്തുത പരിഗണിക്കണം.
അത് പാർലമെൻറ്റിൻ്റെ മണ്ഡല പുനർനിർണയത്തിൻ്റെ കാര്യത്തിൽ പറ്റിയില്ലെങ്കിൽ കുറഞ്ഞ പക്ഷം നീതി ആയോഗെങ്കിലും ഇക്കാര്യത്തിൽ ജനസംഖ്യ മാത്രം കോഷ്യൻ്റായിട്ട് എടുത്തുകൊണ്ട് പോളിസികൾ കൊണ്ടുവരുമ്പോൾ, സംസ്ഥാനങ്ങൾക്ക് അലോട്ട്മെൻറ്റ് നടത്തുമ്പോൾ ഇക്കാര്യങ്ങളിൽ ജനസംഖ്യയ്ക്കപ്പുറമുള്ള ഘടകങ്ങൾ കൂടി പരിഗണിക്കണം എന്നാണ് വാസ്തവത്തിൽ നീതി ആയോഗമൊക്കെ ചെയ്യേണ്ടത്. മറ്റേത് ഡെമോക്രസിയിലെ പാർലമെൻ്ററി പ്രിൻസിപ്പിളിനകത്ത് 1 man 1 വോട്ട്, ഒരാൾക്ക് ഒരു വോട്ട് എന്നുള്ള പ്രിൻസിപ്പിൾ ഉള്ളതുകൊണ്ട് നമുക്ക് കഴിയുന്നത്ര എണ്ണം കുറച്ചുകൊണ്ട് ഇപ്പോൾ ഒരു 7-8 ലക്ഷം പേർക്കോ 10 ലക്ഷം പേർക്കോ ഒരു MP എന്നുള്ള നിലയിൽ കൊണ്ടുവന്നാൽ അതിനകത്ത് ഒരു തരം ബാലൻസ് വരണം. പക്ഷേ ഈ ബാലൻസ് വരുമ്പോഴുണ്ടാകുന്ന പ്രശ്നമാണ് നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. ഇനി രണ്ട് കാര്യങ്ങൾ കൂടി ഇനിയും എന്നെ പറയാൻ അനുവദിക്കണം. ഒന്ന്, ഈ മണ്ഡല പുനർനിർണയം എന്ന് പറയുന്ന സംഗതി ഇവിടെ വന്നില്ലെങ്കിൽ വനിതാ സംവരണം അൺഫോർച്ചുനേറ്റ്ലി നടക്കില്ല. എന്താണ് കാര്യം? 543-ൽ വനിതാ സംവരണം നടത്താൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും താല്പര്യമില്ല, എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ നടത്തിയാലും. അങ്ങനെ ആയിരുന്നെങ്കിൽ 106-ാം ഭരണഘടനാ ഭേദഗതി ബില്ല് നടന്നപ്പോൾ പറയാത്തത് എന്താ? അത് പറഞ്ഞില്ല. 2, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച 2011-ലെ സെൻസസ്, അതെനിക്കും ഇപ്പോഴും മനസ്സിലാക്കാൻ വയ്യാത്തൊരു കാര്യമായി നിൽക്കുകയാണ്. 2011-ലെ സെൻസസിന് എന്തിനാ മണ്ഡല പുനർനിർണയത്തിന് കണക്കാക്കുന്നത്? അതിൻ്റെ അർത്ഥം 2029-ലെ ഇലക്ഷനിൽ 2011-ലെ സെൻസസ് അനുസരിച്ചാണ് മണ്ഡല പുനർനിർണയം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ വീണ്ടും ഈ നെഗറ്റീവായിട്ടുള്ള ഫാക്ടേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം 2026-27 നടത്തുന്ന സെൻസസിന് അർത്ഥമില്ലാതാകുന്നു. ഇല്ലെങ്കിൽ അതിൻ്റെ വെയിറ്റേജ് വരാൻ നമ്മളിനി 10-30 വർഷം കൂടി കാത്തിരിക്കണം. അപ്പോൾ എന്തിനാണ് ഈ 2011 കൊണ്ടുവന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഏക കാര്യം ഈ 2029-ലെ ഇലക്ഷനകത്ത് വിമൻ റിസർവേഷനും വരും, മണ്ഡല പുനർനിർണയവും വരും. പക്ഷേ ആ മണ്ഡല പുനർനിർണയം ഇൻകംപ്ലീറ്റ് ആകും. ബിക്കോസ് 2027-ലെ സെൻസസ് ഇപ്പോഴത്തേക്കും കഴിഞ്ഞിരിക്കുകയും ചെയ്യും. ആ ഒരു ലാപ്സ് അത് നമുക്ക് എങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവും. ശരി, നന്ദി. നേരത്തെ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ സമയമില്ലാത്തത് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല, അത് വേറെ വിഷയവുമാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ശരി, നന്ദി. ഡോക്ടർ ജി ഗോപകുമാർ, ശ്രീ CB സത്യൻ, ശ്രീ CK ഷാക്കിർ, ശ്രീ ഷാബു പ്രസാദ്. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: വനിതാ സംവരണ ഭേദഗതി ബില്ലിനെ പ്രതിപക്ഷം എതിർക്കുന്നത് ശരിയോ? ശരിയാണെന്ന് 60% പ്രേക്ഷകർ, അല്ല എന്ന് 38%. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.